ഒരാളും തന്നെ നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിച്ചു കളയല്ല. കമാ തഖഉൽ ബഹീമാ, മൃഗങ്ങൾ പരസ്പരം പെരുമാറുന്നത് പോലെ, മൃഗങ്ങൾ പരസ്പരം ഭോഗിക്കുന്നത് പോലെ ഒരു കോഴിക്ക് പിടക്കോഴിക്ക് പൂവൻ കോഴിയോടുള്ള ബന്ധമല്ല, ഒരു പൂവൻ കോഴിക്ക് പിടക്കോഴിയോടുള്ള ബന്ധമല്ല. അത് കേവലം സെക്സിന് വേണ്ടിയുള്ള ബന്ധമാണ്. ഒരു പോത്തിനൊരു എരുമയോടുള്ള ബന്ധമല്ല, അവിടെ കേവലമായിട്ടുള്ള ലൈംഗികമായ ബന്ധം മാത്രമാണ്. അതുപോലെയുള്ള ബന്ധമായി നിങ്ങൾ ചുരുക്കിക്കളയല്ല. പിന്നെയോ ഈ ബന്ധങ്ങൾക്കപ്പുറത്ത്, ഇതിനുമപ്പുറത്ത് ഹിതകരമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനാപ്പ അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഗതി വെച്ചത് അല്ലേ? അതൊരു ചോദ്യമാണല്ലോ. ഇന്ന് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുടുംബജീവിതത്തിന്റെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണെന്നാണ്, ലൈംഗികതയാണെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. പിന്നെയോ ലൈംഗികതയെ അതിന്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് എന്തിനാ? ജീവിതമാകുന്ന ഉത്തരവാദിത്തങ്ങളാകുന്ന വലിയ കഷായം, ആ കഷായം നമ്മൾ കുടിച്ചേ പറ്റൂ. ആ കഷായം കുടിക്കണമെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? കഷായം കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യും? കുടിച്ച ഉടനെയോ കുടിക്കുന്നതിന് മുമ്പോ ഒരല്പം മധുരം വായിലിട്ട് കൊടുക്കും അല്ലേ? ഒരു ലേശം മധുരം, ഒരു ശർക്കരയുടെ കഷ്ണം, അല്ലെങ്കിൽ ഒരു അല്പം, ഒരു സ്പൂണ് പഞ്ചസാര അതെടുത്തിട്ട് നമ്മുടെ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കും. എന്തിനാ? ഈ മധുരം അങ്ങ് തട്ടിച്ചിട്ട് വളരെ പുളിയുള്ള അല്ലെങ്കിൽ കയ്പുള്ള കഷായം കുടിക്കണം. ജീവിതമാകുന്ന ആരോഗ്യം സുരക്ഷിതമാകണമെങ്കിൽ ഉത്തരവാദിത്തങ്ങളാകുന്ന ഒരുപാട് കഷായം കൂടെ കുടിക്കാനുണ്ട്. അപ്പൊ അത് കുടിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവണമെങ്കിൽ എന്ത് വേണം? അതിന് ഈ പുരുഷനൊരൽപ്പം ലദ്ദത്ത് കിട്ടണം, സ്ത്രീക്കും ഒരൽപ്പം ലദ്ദത്ത് കിട്ടണം. അവിടെ ആ ഒരു രസത്തിന് വേണ്ടിയാണ് സെക്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇടയിൽ വെച്ചു കൊടുത്തത്. വസലനി, എന്നെ ആരാണോ നല്ല നിലയിൽ കൊണ്ടുപോകുന്നത്, ഈ ബന്ധത്തെ നല്ല നിലയിലാക്കുവാൻ ശ്രമിക്കുന്നവരാരോ, വസലഹുല്ലാ, അവരുമായിട്ടുള്ള ബന്ധം നീയും ശരിപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവിനോട് കുടുംബ ബന്ധത്തിന്റെ പ്രാർത്ഥനയാണ്. എന്റെ ബന്ധം ആരാണോ നന്നാക്കിയെടുക്കുന്നത് അവരുമായിട്ട് അല്ലാഹുവേ നീയും നിന്റെ ബന്ധം ശരിപ്പെടുത്തണേ. വമൻ ഖതഅനീ, കുടുംബത്തിലുള്ള ബന്ധങ്ങൾക്ക് അറുതി വരുത്തുന്നവർ, ആ കുടുംബവേരിന്റെ കടക്കൽ കത്തിവെക്കുന്നവരാരോ, ഖതഅഹുല്ലാഹ്, അല്ലാഹുവേ അവരുടെ വേരറുക്കുവാൻ നീയും തീരുമാനമെടുക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാ. ഓർത്തു നോക്കിയേ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാമൂഹിക ക്രമത്തില് ആദ്യമായിട്ട് അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റില് നമ്മളൊക്കെ ജീവിക്കേണ്ടി വരുമ്പോ എന്തുമാത്രം പ്രാധാന്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ കുടുംബ ബന്ധങ്ങൾക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. മാതാവും പിതാവും തമ്മിലുള്ള ബന്ധത്തെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ, മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ, കുടുംബക്കാര് പരസ്പരമുള്ള ബാന്ധവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹബീബിലൂടെ പവിത്രവൽക്കരിക്കുകയാ. അതുകൊണ്ടാ അല്ലാഹു പറഞ്ഞത്, ആ ബന്ധങ്ങളെ നേരിട്ട് ഞാനുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഞാനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കണക്ഷൻ നന്നാക്കി എടുക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ അവൻ അല്ലാഹുമായിട്ടുള്ള കണക്ഷനാ നന്നാക്കുന്നത്. ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ആരാണോ ശ്രമിക്കുന്നത്, എവിടെയാണോ ശ്രമമുള്ളത്, അവരൊക്കെയും അല്ലാഹുമായിട്ടുള്ള കണക്ഷനാ ഡിസ്കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കണക്ഷനിൽ വിള്ളൽ വരാതിരിക്കാൻ, ഈ കണക്ഷനിൽ പോറലേൽക്കാതിരിക്കാൻ, ഓ പ്രിയമുള്ള മുഅ്മിനെ, നമ്മൾ ഭദ്രശ്രദ്ധരാവണമെന്നാണ്, നമ്മൾ വളരെ ഉത്സുകരാകണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊക്കെ കുടുംബങ്ങളുള്ളവരാ. നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ എടുക്കുമ്പോ ആധുനിക കാലത്ത് കുടുംബ ബന്ധങ്ങളുടെ പാരസ്പര്യങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബ ബന്ധങ്ങളിൽ പഴയ കാലത്ത് എന്റെയൊക്കെ കുഗ്രാമങ്ങളിൽ നിന്ന് നടന്നു പോകുന്ന ആളുകൾ ഏതാണ്ട് 5 കിലോമീറ്ററും 6 കിലോമീറ്ററും ഒക്കെ നടന്നിട്ട് വേണമായിരുന്നു പഴയ കാലത്ത് എനിക്ക് എന്റെ നാട്ടിലേക്ക് എത്താൻ. അന്ന് ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഇടവഴിയിലുള്ള ഒരുപാട് കുടുംബങ്ങളിൽ കയറുകയും വെള്ളം കുടിക്കുകയും അവിടുത്തെ അന്വേഷണങ്ങൾ നടത്തുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശ്ലേഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? 2 വീടപ്പുറത്തുള്ള ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് കാലം എത്രയായി? ഒരു 2 വീട് സ്വന്തക്കാരുടെ വീടുള്ളത്, പക്ഷേ അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. എന്തേ കാരണം? നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന സ്കോർപിയോവിലാ നമ്മൾ കയറുന്നത്. അതിൽ കയറിയിട്ട് നമ്മുടെ വീടിന്റെ ഗേറ്റ് തുറന്ന് പുറത്തു കടന്നാൽ നമ്മുടെ ഗ്ലാസ് പൊക്കുകയാണ്. ആ ഗ്ലാസ് പൊക്കിയിട്ടുള്ള AC ഇട്ട നമ്മുടെ യാത്രയിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്കുള്ള കാഴ്ചയോ
അവിടുന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചയോ മറക്കപ്പെടുന്നു. എന്തിനധികം പറയണം സഹോദരങ്ങളെ, ഒരു കുടുംബം എന്ന് പറയുമ്പോ അതിന്റെ ഏറ്റവും പ്രാഥമികമായ കണ്ണിയാണ് അതിലെ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിമ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന് ഇണയായിട്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുകയാ. ആ ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ച് ആദമിന്റെ കൂടെ മനുഷ്യലോകത്തേക്ക് ഭൂമി ലോകത്തേക്ക് കടത്തിവിടുമ്പോ ആദമും ഹവ്വാവും പരസ്പരം ഇണയും തുണയുമായിട്ടാ കടന്നു വരുന്നത്. ആദ്യമായിട്ട് ഈ ലോകത്ത് കുടുംബബന്ധം ചേർക്കപ്പെടുന്നത് ഭാര്യയും ഭർത്താവും എന്ന നിലക്കാണ്. ഒരു കുടുംബത്തിന്റെ പ്രഥമമായ ഘടകമതാണ്, ഭാര്യയും ഭർത്താവുമാണ്. ഞാൻ ഓർത്തു നോക്കുകയാ, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. പഴയ കാലത്തേതുപോലെ ഒരുപക്ഷെ വിവാഹമോചനങ്ങൾ നടക്കുന്നില്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഊഷ്മളമായ കുടുംബബന്ധം നിലനിൽക്കുന്ന കുടുംബങ്ങൾ എത്രയുണ്ട്? ഊഷ്മളമായ ഒരു കുടുംബബന്ധം നിലനിൽക്കുന്ന കുടുംബം എത്രയാണുള്ളത്? നമ്മളൊന്ന് പഠിച്ചു നോക്കണം. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ കലാലയത്തിൽ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരു 4 മണിയാകുന്ന സമയത്ത് ഒരു ഫോൺ കോൾ. അത്യപൂർവമായിട്ടൊക്കെ ഫാമിലി കൗൺസിലിങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരുന്നത് കൊണ്ട് ചിലപ്പോഴെങ്കിലും ഇതിനിടക്ക് കുടുംബങ്ങളുമായുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതുള്ളത് കൊണ്ട് അപൂർവമായൊക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. ഒരു ദിവസം 4 മണിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കടന്നു വരുന്ന ഭാര്യയും ഭർത്താവും അവരുടെ ഇടയിലെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. വളരെ കൃത്യമായിട്ട് അവരുടെ പ്രോബ്ലത്തിലേക്ക്, അവരുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ 23 വയസ്സ് പ്രായമുള്ള സഹോദരി, ഏതാണ്ട് 27-28 വയസ്സ് പ്രായം വരുന്ന സഹോദരൻ, ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ കുടുംബത്തിലുള്ള അവസ്ഥ എന്തെന്നറിയുമോ നിങ്ങൾക്ക്? ഏതാണ്ട് 3.5 മാസക്കാലമായിട്ട് ഒരു വീട്ടിൽ അന്തിയുറങ്ങുമ്പോ ഒരു കുടുംബത്തിലെ കണ്ണികളായി ഇണയും തുണയുമായി ജീവിക്കുന്ന അവര് ഒന്നിച്ചുറങ്ങിയിട്ട് ഒരു കിടക്കയിൽ കിടന്നിട്ട് ഒരു റൂമിലേക്ക് കയറിയിട്ട് ഏതാണ്ട് 3.5 മാസക്കാലമായെന്നവർ പങ്കുവെക്കുമ്പോ നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലേക്കും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോ സഹോദരങ്ങളെ, ഒരുപാട് ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരികയാ. ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരികയാ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിശുദ്ധമായ മതം നമുക്കില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഹബീബ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകാത്തത് കൊണ്ടല്ല. പക്ഷേ ആ പാരസ്പര്യത്തെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ പോലും നമ്മളിൽ പല കുടുംബങ്ങളും ഇന്ന് പഠിക്കുന്നില്ല. കുടുംബജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാതെയാണ് നമ്മളിൽ പലരും ഇന്ന് കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നത്, അല്ലേ? നമ്മളൊന്നെടുത്ത് പരിശോധിക്കുക. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യുവമിഥുനങ്ങൾ, 18 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരിയും 21-22 വയസ്സോ അല്ലെങ്കിൽ 25 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരനും നവകുസുമങ്ങളായിട്ട് ഒരു കുടുംബത്തിലേക്ക് കടന്നു വരികയാ. അവരുടെ കുടുംബജീവിതം തുടക്കം കുറിക്കുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള എവിടെ നിന്നെങ്കിലും ലഭിച്ച ഏതെങ്കിലും വിധ അറിവുകളുമായിട്ടല്ല അവരതിലേക്ക് കടന്നു ചെല്ലുന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ മക്കളെന്ന് അവകാശപ്പെടുമ്പോ പള്ളിയിലെ ഖാദിയാരുടെ അടുക്കൽ നിന്ന്, പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിക്കാഹ് വാങ്ങിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന അവർ വിശുദ്ധ ഇസ്ലാം കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞ ഏതെങ്കിലും ബാലപാഠത്തെ പോലും അവബോധമുള്ളവരല്ല. വിശുദ്ധ ഇസ്ലാം ഇത് പറഞ്ഞില്ലെന്നുണ്ടോ? ഇല്ല. വിശുദ്ധ ഇസ്ലാം കറക്റ്റ് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ യുവാക്കൾക്ക്, യുവതികൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അതിനെക്കുറിച്ച് അവബോധമില്ല. മറ്റിതയ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കൃത്യമായ പങ്കുവെക്കലുകൾ വിശുദ്ധ ഇസ്ലാം പറയുമ്പോ, ഓ ചെറുപ്പക്കാരെ, എന്തേ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നില്ല? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ, തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസ്വാൽ. ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ ഭാര്യാപദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ അത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാവാം. തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസ്വാൽ. ഏതൊക്കെയാണത്? ഒന്ന് ലിമാലിഹ, അവളുടെ സമ്പത്ത് ഉദ്ദേശിച്ചുകൊണ്ടാകാം. വലി ജമാലിഹ, അവളുടെ സൗന്ദര്യത്തിന് വേണ്ടിയാകാം. വലി നസബിഹ, അവളുടെ കുലമഹിമയ്ക്ക് വേണ്ടിയാവാം. വലി ദീനിഹ, അവളുടെ പവിത്രമായ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പവിത്രത കൊണ്ടാകാം. അവളുടെ ആദർശബോധങ്ങളെ കൊണ്ടാവാം.
4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കപ്പെടുന്നു. ഹബീബ് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരികയാ. ഒന്ന്, സമ്പത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. സമ്പത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവർ, ഭാര്യ കുടുംബത്തിന്റെ ആസ്തി നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. നമ്മുടെ നാടുകളിലൂടെ ഒരു കഴുത, ഒരു സാധാരണ കഴുതയെ ഒരല്പം ആഭരണങ്ങളൊക്കെ അണിയിച്ച്, ഒരു 19 പവന്റെ സ്വർണ്ണാഭരണമൊക്കെ അണിയിച്ച്, കഴുത്തിലൊരു നോട്ടുമാലയൊക്കെ അണിയിച്ച് നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ നടത്തുവാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ നാട്ടിലുള്ള 50 വയസ്സ് പ്രായമുള്ള ഒരു ഇക്ക ചോദിക്കും, ഇതിനെ കല്യാണം കഴിക്കാനുള്ളതാണാവോ, നമുക്കൊരു 23 വയസ്സുള്ള മോനുണ്ടായിരുന്നു, ആകാമായിരുന്നു എന്നുള്ളിടത്തെത്തും. സാധനം കഴുതയാണോ നോക്കൂല, പിന്നെയോ സ്വർണ്ണം ഉണ്ടോ എന്നാ ചിന്ത അല്ലേ. ഗോൾഡിന് വില കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എത്രയായിരുന്നു നമ്മളൊക്കെ ആശ്വസിച്ചത്, പക്ഷേ പിന്നെയും കയറി കേട്ടോ. നമ്മൾ ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിൽ മഹാഭൂരിപക്ഷവും ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് അവിടെ സമ്പത്തിനാണ്. സമ്പത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴോ തീരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ സമ്പത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നിടത്ത് എവിടെയൊക്കെയോ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കുന്നുവോ, എവിടെയാണോ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നത് എവിടെയാണോ, അതിന്റെ മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കൾച്ചറൽ ഇൻസ്റ്റെബിലിറ്റിയാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നിടത്തൊക്കെ, സാമ്പത്തികമായ ഔന്നത്യം ലഭിക്കുന്നിടത്തൊക്കെ നമുക്കിന്ന് നേരിൽ കാണാൻ കഴിയുന്നത് എന്താ? അവിടെയൊക്കെയും കൾച്ചറൽ ഇൻസ്റ്റെബിലിറ്റി നമ്മൾ കാണേണ്ടി വരികയാണ്, സ്പിരിച്വൽ ഇൻസ്റ്റെബിലിറ്റി നമ്മൾ കാണേണ്ടി വരികയാണ് അല്ലേ. നമുക്കിന്ന് സംഭവിച്ചത് എന്താ? സൗദി അറേബ്യയിലെ നിതാഖാത്തിന്റെ പ്രശ്നം വന്നപ്പോ നമ്മുടെയൊക്കെ അഹങ്കാരത്തിന് കുറെ ക്ഷതമേറ്റു. ഇപ്പോ കാരണം എന്താ? പണ്ട് നമുക്ക് വീടിന്റെ അകത്തളത്തിൽ പാകം ചെയ്യാൻ മറന്നുപോയ സഹോദരിമാരുണ്ട്, വീടിന്റെ അകത്തളങ്ങളിൽ പുക പൊന്താത്ത കാലഘട്ടമുണ്ട്. നമുക്കെപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനായിരുന്നു ഇഷ്ടമല്ലേ? ഔട്ടിങ്ങിന് പോയതിനു ശേഷം ഏതെങ്കിലുമൊക്കെ ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് പാർസൽ വാങ്ങിക്കുന്നവരായിരുന്നു നമ്മളെങ്കിൽ ഇന്ന് സൗദി അറേബ്യയിൽ ഒരു നിയമം വന്നപ്പോഴേക്ക് നമുക്ക് ചങ്കിടിപ്പ് തുടങ്ങിയല്ലേ. എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന നമ്മുടെ രക്ഷിതാവ് വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ അനുഗ്രഹങ്ങളും ഞാൻ വെച്ചു തരുമ്പോ, ഓരോ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ഞാൻ അങ്ങ് വെച്ചു തരുമ്പോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ അനുഗ്രഹങ്ങളെ ഏത് വഴിയിലൂടെയാ നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി ഞാൻ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്ക് ഒരു ടെസ്റ്റ് ഡോസ് തന്നിരിക്കുകയാ സഹോദരങ്ങളെ. സൗദി അറേബ്യയിലെ തൊഴിൽ നിയമങ്ങൾ മാറിയപ്പോ ഒരു ടെസ്റ്റ് ഡോസ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്. അപ്പോഴേക്ക് തന്നെ നമ്മുടെ നിലയെക്കുറിച്ച് നമുക്ക് വല്ലാത്ത ബേജാറ് തുടങ്ങി നമുക്ക്. എന്നാൽ നിങ്ങൾ അറിയുമോ, ഈ ഗൾഫ് പണം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ, ഒരൽപ്പം സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്കുണ്ടായപ്പോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഒഴിഞ്ഞുപോയത് എന്തായിരുന്നു? പട്ടിണി അങ്ങ് ഒഴിഞ്ഞുപോയ കൂട്ടത്തില് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയത് നമ്മുടെ സാംസ്കാരികമായ മൂല്യങ്ങളായിരുന്നു അല്ലേ. സാംസ്കാരികമായ മൂല്യങ്ങൾ ഒഴിഞ്ഞുപോയി. ഇന്നൊരു വിവാഹം നടക്കുമ്പോ ആ വിവാഹത്തിന്റെ ചടങ്ങിലേക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളിടത്ത് നടക്കുന്നത് എന്താ? കല്യാണത്തിന്റെ തലേ ദിവസം പലയിടങ്ങളിലും ഗാനമേളകൾ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമായി കണ്ട കുടുംബജീവിതത്തിന്റെ ആണിക്കല്ലായ വിവാഹം, ആ വിവാഹത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു ചടങ്ങ് മാത്രമായിട്ട് നിക്കാഹ് മാറി. മറിച്ച് അതിനപ്പുറത്തേക്ക് നടക്കുന്നത് മുഴുവനും ഇസ്ലാമിന് അന്യമായ, മുസ്ലിം ചെയ്യാൻ പാടില്ലാത്ത കൂത്തരങ്ങുകളായി മാറിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളിടത്ത് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്, ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി വന്നപ്പോ, അഭിവൃദ്ധി നമുക്ക് വന്നപ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മീയമായ മൂല്യച്യുതിയാണ്, സാംസ്കാരികമായ മൂല്യച്യുതിയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് സമ്പത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോ അതിന് പരിധി വെക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലി ജമാലിഹാ, പിന്നീട് വിവാഹം കഴിക്കപ്പെടുന്നത് സമ്പത്തിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വലി ജമാലിഹാ, അവളുടെ വിവാഹം കഴിക്കപ്പെടുന്നത് അവളുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടാണ്. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവിടെയാ ഉള്ളത്. രക്ഷിതാക്കള് സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോ ചെറുപ്പക്കാർക്ക്, നമ്മുടെ യുവാക്കൾക്ക് ഇന്ന് വേണ്ടത് സൗന്ദര്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കിയേ, പഴയ കാലത്ത് എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. എന്റെ വല്യമ്മ ഞാൻ കാണാൻ തുടങ്ങുന്ന കാലം മുതലേ വല്യമ്മയുടെ പല്ല് മുൻഭാഗത്തുനിന്ന് ലേശം പൊന്തിയിട്ട് മുന്നോട്ട് നീണ്ടാൻ നിൽക്കുക.
ചൊവ്വയൊന്ന് ചുണ്ടടക്കാൻ ശ്രമിച്ചാൽ ചുണ്ടടയൂല. എൻ്റെ നാട്ടിൽ കൊന്ത്രമ്പല്ലത്തി എന്ന് പറയും. പക്ഷെ എൻ്റെ വല്യുപ്പാനെ കണ്ടാലോ എന്തൊരു സൗന്ദര്യമായിരുന്നു എന്നാ. വല്യുപ്പാനെ കണ്ടാൽ ഒന്നുകൂടി നോക്കിപ്പോകും. എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ഒരു 50 വയസ്സ് പ്രായമുണ്ട് എൻ്റെ വല്യുപ്പാക്ക്. ആ സമയത്ത് പോലും വല്യുപ്പാനെ കണ്ടാൽ വല്ലാത്ത സൗന്ദര്യമായിരുന്നു. പക്ഷെ വല്യമ്മാനെ കണ്ടാലോ, വല്യമ്മയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പല്ലൊന്ന് പൊങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയില്ല. പക്ഷെ വല്യുപ്പാടെ കൂടെ ജീവിച്ചല്ലോ. വല്യുപ്പ മരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഉമ്മയടക്കമുള്ള മക്കളോട് നിങ്ങളുടെ മാതാവിനെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ടു പോയി. അവരുടെ ജീവിതത്തിൽ ഒരു താളപ്പിഴ അതുകൊണ്ട് വന്നില്ല. എന്നാണെങ്കിലോ ഇന്ന് നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് നമ്മുടെ മക്കളെ എവിടെ കാണിക്കണം? ഒരു ദന്ത ക്രമീകരണ കേന്ദ്രത്തിൽ കൊണ്ടുപോകും അല്ലേ? എന്നിട്ട് അവിടെ ഓർത്തോഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ പല്ല് ക്രമീകരിക്കുകയാ. എന്തേ പ്രശ്നം? സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. അതില്ലാതെ പോയാൽ നമ്മുടെ കുട്ടിക്ക് വിവാഹം നടക്കില്ല. അത് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ നമ്മുടെ യുവാക്കൾക്ക് ഇന്ന് വേണ്ടത് സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിന്റെ പിന്നില് അവര് പോകുന്നത്. രക്ഷിതാക്കള് സമ്പത്തിന്റെ പിന്നിൽ പോകുമ്പോ, യുവാക്കള് സൗന്ദര്യത്തിന്റെ പിന്നിൽ പോകുമ്പോ ഉമ്മമാര് പോകുന്നത് എങ്ങോട്ടാ? അവർക്ക് കുടുംബത്തിന്റെ മഹത്വം പറയണം. എന്റെ മോൻ കല്യാണം കഴിച്ചത് ഇന്ന തറവാട്ടിന്നാ, എന്റെ മരുമോള് തറവാട്ടുകാരിയാ, അവർക്ക് വേണ്ടതാ അല്ലേ? എന്റെ തറവാട്ടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അയൽവാസികളുടെയും കുടുംബക്കാരുടെയും ഇടയിൽ അവരുടെ അംഗീകാരം പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന മരുമക്കളുടെ അതല്ലെങ്കിൽ തന്റെ മരുമോളുടെ കുടുംബ മഹത്വം പറഞ്ഞുകൊണ്ട് മഹിമ പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം നടിക്കുകയാ നമ്മുടെ മാതാവ്. പിതാവിന് സമ്പത്തിനാ കൊതിയെങ്കില്, യുവാക്കൾക്ക് സൗന്ദര്യത്തോടാണ് ഭ്രമമെങ്കില് ഉമ്മമാർക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള കുടുംബ മഹിമകളാണ്. നാലാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വലിദ്ദീനിഹാ, അവളുടെ ദീനിയായ പക്വത കണ്ടുകൊണ്ടാ വിവാഹം കഴിക്കുന്നത്. ചിലരെങ്കിലും അങ്ങനെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞു, ഓ യുവാക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ഫൾഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ ദീനിന് പ്രാമുഖ്യം കൊടുക്കണേ. അവിടെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. പഴയ കാലങ്ങളിൽ വിവാഹ കമ്പോളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ കുട്ടിയുടെ മതപരമായ ചിട്ടവട്ടങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുന്നു. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്നത് മാറിപ്പോയി. ഇന്ന് നമ്മൾ പഠനത്തെക്കുറിച്ച് ചോദിക്കുമ്പോ +2 വരെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, അതുമല്ലെങ്കിൽ അതിനു മുകളിലുള്ള പല ഡിഗ്രികളിലേക്കും അവിടെ കടന്നു ചെന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എൻ്റെ മകൾ +2 പഠിക്കുന്നവളാണ്, എൻ്റെ മക്കൾ ഡിഗ്രിക്ക് പഠിക്കുന്നവളാണെന്ന അഹങ്കാരത്തോടുകൂടെയാ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് അവരെ കടത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ, ഓ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, ഒരു കുടുംബത്തിന്റെ കൃത്യമായ അടിത്തറ എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യുവമിഥുനങ്ങളാണ്. അതുകൊണ്ട് ഭാര്യയെ തെരഞ്ഞെടുക്കുന്നിടത്ത്, ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നിടത്ത് ദീനിന് പ്രാമുഖ്യം കൊടുക്കണേ. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്ന, ഭൂമി ലോകത്തുള്ള സകലമാന വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചതുപോലെ മനുഷ്യരായ നമുക്കും ഇണകളെ സൃഷ്ടിച്ചു തന്ന അല്ലാഹു, അവൻ എത്രമേൽ പരിശുദ്ധനാ. ആ പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ഇണകളോടുള്ള പെരുമാറ്റം പരസ്പരം എങ്ങനെയാ വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഓ പുരുഷന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾ എങ്ങനെയാ പെരുമാറേണ്ടത്? നമ്മളൊക്കെ ഭാര്യമാരുള്ളവരാണ്, അല്ലെങ്കിൽ ഭാര്യമാരെ കുറിച്ച് ആലോചിക്കുന്നവരാ. എങ്ങനെയാണ് ഒരു ഭാര്യയോട് പെരുമാറേണ്ടതെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നങ്ങനെയല്ലേ? കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പലരും 2 മക്കളായതിന്റെ പേരിൽ അങ്ങ് ജീവിക്കുകയാണ്. മക്കൾ 2 ആയില്ലേ, ഇനിയിപ്പോ ജീവിക്കാണ്ട് എന്താ ചെയ്യുക? അതുകൊണ്ട് ജീവിച്ചു പോകുന്നവർ, കുടുംബത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന് ഇനി എങ്ങനെയാ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ, അതുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നവർ. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള വസ്ത്രങ്ങളാണ്. വഹുന്ന ലിബാസുൽ ലക്കും, അവർ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളുമാണ്.
വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു. എങ്ങനെയാ വസ്ത്രത്തിന്റെ പ്രത്യേകത? മുഫസ്സിരീങ്ങൾ അത് വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. വസ്ത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ നിങ്ങള്? എപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ കൂടപ്പിറപ്പാണ് വസ്ത്രം, അല്ലേ? വസ്ത്രം ഒഴിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയില്ല. അവൻ എവിടെ പോവുകയാണെങ്കിലും, ഏതൊക്കെ മേഖലയിൽ അവൻ പോവുകയാണെങ്കിലും അവിടെയൊക്കെ വസ്ത്രം അവന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് തന്നെ വസ്ത്രം പോലെയാണ് ഭാര്യ, വസ്ത്രം പോലെയാണ് ഭർത്താവ്. അവളുടെ മനസ്സില്, അവന്റെ മനസ്സില് ഭാര്യയില്ലാത്ത ഒരു സമയമില്ല, ഭർത്താവില്ലാത്ത ഒരു സമയം അവൾക്കില്ല. ഭർത്താവ് എത്രമേൽ വിദൂരത്താണെങ്കിലും, ഭാര്യ എത്രമേൽ അകലത്താണെങ്കിലും അവന്റെ മനസ്സിൽ എപ്പോഴും ഭാര്യ എന്ന ചിന്തയുണ്ട്, എനിക്കെന്റെ കുടുംബം എന്ന ചിന്തയുണ്ട്, എന്റെ ഇണ എന്ന ചിന്തയുണ്ട്, എന്റെ ഭാര്യ എന്ന, എന്റെ ഭർത്താവ് എന്ന ചിന്ത അവന്റെയും അവളുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമ്പോഴാ ഒരു നല്ല കുടുംബം എന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുന്നത്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള വസ്ത്രങ്ങളാണ്, വഹുന്ന ലിബാസുൽ ലക്കും, അവർ നിങ്ങൾക്കുമുള്ള വസ്ത്രങ്ങളാ. ആ വസ്ത്രം അഴിച്ചു വെക്കുന്ന ഒരു സമയമില്ല, ആ വസ്ത്രം അങ്ങ് അഴിച്ചു മാറ്റുന്ന ഒരു സമയമില്ല. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളില് അത്രമേൽ ആണിയടിച്ചുറപ്പിച്ചു വെക്കുന്ന ബന്ധമാണ് വിവാഹബന്ധം. വിവാഹബന്ധം എന്ന് പറയുന്നത്, ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുന്നത് അത്രമേൽ നമ്മുടെ മനസ്സിൽ ആണിയടിച്ചുറപ്പിച്ചു വെക്കേണ്ടതാണ്. അതിന്റെ മേൽ പിന്നീട് മറ്റൊന്നില്ല. അതുകൊണ്ടാ സഹോദരങ്ങളെ, ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പറയുമ്പോ, എങ്ങനെയാ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ പെരുമാറേണ്ടതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? വിവാഹത്തിന്റെ വേളയില് പള്ളിയിലുള്ള ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് നിക്കാഹിലേക്ക് കടക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ ഓരോരുത്തരും ആ ഉസ്താദിന്റെ മുമ്പാകെ വെച്ചുകൊണ്ട് ഒരു കരാറ് നമ്മുടെ ഉപ്പ നമുക്ക് ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്, ഭാര്യ പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ കരാറെന്നറിയുമോ? നമ്മുടെ ഉപ്പാടെ കൈ പിടിച്ചിട്ട്, ഭാര്യ പിതാവിന്റെ കൈ പിടിച്ചിട്ട് നമ്മൾ നിക്കാഹ് കർമ്മം ചൊല്ലിത്തരുമ്പോ ആദ്യമായിട്ട് നമ്മുടെ ഭാര്യയുടെ ഉപ്പ നമ്മളോട് പറയുന്ന കരാർ എന്താ? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് അറിയാതെ പോകുന്നു, നമ്മളത് ഓർക്കാതെ പോവുകയാ. എന്താ പറയുന്നത്? ഉസവ്വിജുക, നിനക്ക് ഞാൻ ഇണയാക്കി തരികയാണ്, നിനക്ക് ഞാൻ ഇണയാക്കി തരികയാണ്. ഉസവ്വിജുക, നിനക്ക് ഞാൻ ഇണയാക്കി തരികയാ. വിശുദ്ധ ഖുർആനിൽ ഹബീബിന്റെ ജീവചരിത്രത്തിൽ ഈ ഒരു രീതിശാസ്ത്രമേ ഉപയോഗിച്ച് കാണുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും തന്നെ ഭാര്യ എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രമില്ല. ശരിക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭരിക്കപ്പെടുന്നവളെന്നാണ് അർത്ഥം. ഭർത്താവ് എന്ന് പറഞ്ഞാലോ ഭരിക്കുന്നവനെന്നാണ്. അങ്ങനെ ഒരു സങ്കല്പം പോലും വിശുദ്ധ ഇസ്ലാമിലില്ല. ഭാര്യ ഭരിക്കപ്പെടേണ്ടവളാണെന്നും ഭർത്താവ് ഭരിക്കുന്നവനാണെന്നുമുള്ള ആ ഒരു യജമാനനും പ്രജയും എന്ന രീതിശാസ്ത്രം വിശുദ്ധ ഇസ്ലാമിലില്ല. പിന്നെയോ വിശുദ്ധ ഇസ്ലാം പറയുന്നത് സൗജ് എന്ന പ്രത്യേകതയാണ്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം, ഇണ എന്നാണ് അർത്ഥം. നമുക്കറിയില്ലേ, നമ്മുടെ കാലിൽ നമ്മൾ 2 ചെരുപ്പിടുകയാണ്. ഒരു ചെരുപ്പ് പള്ളിയിൽ വെച്ച് ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയാൽ, ഒരു ചെരുപ്പ് നമ്മുടെ കല്യാണ പന്തലിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയമുള്ള മുഅ്മിനേ, മറ്റേ ചെരുപ്പില്ലാതെ നമ്മളത് ഇട്ടുപോരുമോ? മറ്റേ ചെരുപ്പ് കൂടെ കിട്ടാതെ നമ്മൾ തിരിച്ചു പോരൂല്ല. എന്തേ കാരണം? ഒന്നുകിൽ ആ 2 ചെരുപ്പും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് മാത്രം ഇട്ട് നടക്കുന്നത് ഭൂഷണമല്ല. അവിടെയാണ് ഇണയും തുണയും തമ്മിലുള്ള പ്രത്യേകത. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ജീവിതത്തിലും നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതാ. സവ്വജ്തുക, സൗജ് എന്ന സങ്കല്പമാണ്, ഇണ എന്ന സങ്കല്പമാണ്. അതുകൊണ്ട് ഇണയാക്കി തരുന്ന ചടങ്ങിൽ വെച്ചുകൊണ്ട് നിക്കാഹ് കർമ്മം നടക്കുന്നിടത്ത് വെച്ച് നമ്മുടെ ഭാര്യാപിതാവ് നമ്മളോട് പറയുന്നത് ഉസവ്വിജുക, നിനക്ക് ഞാൻ ഇണയാക്കി തരികയാണ്. അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്താ ഓർമ്മപ്പെടുത്തുന്ന കരാറ്? ഉസവ്വിജുക, നിനക്ക് ഇണയാക്കി തരാം. അലാ മാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയെ നിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്, ആ ഉത്തരവിന്മേലാണ്, ആ കൽപ്പനയുടെ മേലാണ്, ആ നിബന്ധനയുടെ മേലാണ്, ആ കരാറിന്റെ മേലാണ് നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നത്. എന്താണ് ഉടമ്പടിയെന്നോ, എന്താണ് കരാറെന്നോ, എന്താണ് നിയമമെന്നോ? അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ്,
മിൻ ഇംസാകിൻ ബിമഅറൂഫ്, നിനക്ക് ഇണയാക്കി തരുന്ന എന്റെ പൊന്നുമോളെ നല്ല രീതിയിൽ നീ പരിപാലിച്ചു കൂടെ നടത്തണേ. ഇംസാകിൻ ബിമഅറൂഫ്, നല്ല രീതിയിൽ നീ അവളോട് ഒത്തുകഴിയണേ. സ്വരച്ചേർച്ചയിൽ, സന്തോഷത്തിൽ, സ്നേഹത്തിൽ, പാരസ്പര്യത്തിൽ, കൗതുകത്തോടെ നിങ്ങൾ ഒന്നിച്ചു കഴിയണേ. ആ കരാറാ നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അതിന് നിനക്ക് സാധിക്കാതെ വന്നാലോ, എന്റെ പുന്നാര മോളെ, എന്റെ തങ്കക്കുടത്തിനെ നിനക്ക് കൂടെ കൊണ്ട് നടക്കാൻ സ്നേഹത്തോടുകൂടി കഴിയുന്നില്ലെങ്കിൽ, സ്നേഹത്തോടെ അവളോട് പെരുമാറാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, കാരുണ്യത്തോടുകൂടി അവളുടെ കൂടെ വർത്തിക്കുവാനും സന്തോഷത്തോടുകൂടെ അവളുടെ കൂടെ ജീവിക്കുവാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിലോ പിന്നെ നീ ചെയ്യേണ്ടതെന്താ? അവളുടെ തലയിൽ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുക്കണ്ട, അവളെ ഏതെങ്കിലും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയണ്ട, ഏതെങ്കിലുമൊക്കെ വാഹനത്തിന്റെ മുമ്പിലേക്ക് അവളെ വലിച്ചെറിയണ്ട, ഒരു കഷ്ണം കയറെടുത്തിട്ട് അവളെ നീ കെട്ടിപ്പൊക്കേണ്ട. പിന്നെയോ വളരെ കൃത്യമായിട്ട് അവിടെ വെച്ച് തന്നെ പറഞ്ഞു തരുന്നു, ഔ തസ്രീഹിം ബിഇഹ്സാൻ, അല്ലെങ്കിൽ മാന്യമായിട്ട് നീ തിരിച്ചെത്തിക്കണേ, അല്ലെങ്കിൽ മാന്യമായിട്ട് നീ തിരിച്ചു തന്നേക്കണേ. വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് കരാറ്? ഒന്നുകിൽ മാന്യമായിട്ട് അവളോടുകൂടെ വർത്തിക്കുക, അല്ലെങ്കിലോ അവളുടെ ശാരീരികമായ പീഡനത്തിന് നീ മുതിരേണ്ടതില്ല. അത് ഇസ്ലാമിൽ കുറ്റമാണ്, നമ്മുടെ ദീനിൽ കുറ്റമാണ്, ഇന്ത്യൻ നിയമത്തിൽ മാത്രമല്ല വിശുദ്ധ മതത്തിലും അത് കുറ്റമാണ്. ഭാര്യയെ പീഡിപ്പിക്കുന്നവൻ യഥാർത്ഥ മുഅ്മിനല്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ, യഥാർത്ഥത്തിൽ മാന്യലല്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്ര നല്ല പ്രത്യയശാസ്ത്രമാ ഇത്! അള്ളാന്റെ റസൂല് മനുഷ്യാവകാശത്തിൽ ഭാര്യമാരെയോ സ്ത്രീകളെയോ മാറ്റി നിർത്തുന്നില്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മാന്യന്മാരാരാ? ഖിയാറുക്കും ലി അഹ്ലിക്കും, നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാ. ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യതയുള്ളവൻ. ഭാര്യയോട് നിങ്ങൾക്ക് മാന്യമായി പെരുമാറാൻ കഴിയുന്നില്ലയോ? അമാന്യമായിട്ടാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ, അവരോട് ക്രൂരമായിട്ടാണ് നിങ്ങൾ പെരുമാറുന്നത്, അവരെ നിങ്ങൾ പീഡിപ്പിക്കുന്നുവെന്ന് വന്നാലോ നിങ്ങൾ മാന്യനല്ല, നിങ്ങൾ യഥാർത്ഥ മുസ്ലിം അല്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഓ പുരുഷന്മാരെ, ഞാനൊരു ഭർത്താവാണെന്ന നിലക്ക് ഭാര്യയെ അടക്കി ഭരിച്ചു കളയാമെന്ന് ധരിക്കേണ്ടതില്ല. ഭാര്യയെ അടക്കി ഭരിച്ചു കളയാമെന്ന് ധരിക്കേണ്ടതില്ല. അവർക്ക് അവകാശങ്ങളില്ലെന്ന് ചിന്തിക്കേണ്ടതില്ല. അവർക്ക് ഒന്നിനും അവകാശമില്ലെന്ന് ചിന്തിക്കേണ്ടതില്ല. മറിച്ച് വിശുദ്ധ ഇസ്ലാം കൃത്യമായ അവകാശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോടാ പറയുന്നത്, മുഅ്മിനുകളെ നമ്മളോടാ ഓർമ്മപ്പെടുത്തുന്നത്, ഔ തസ്രീഹിം ബിഇഹ്സാൻ. അവളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെ കൊണ്ട് അവളോട് മാന്യമായിട്ട് പെരുമാറാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ, തസ്രീഹിം ബിഇഹ്സാൻ, പ്രശ്നമില്ല, എന്റെ കയ്യിലേക്ക് അവളെ മാന്യമായിട്ട് തിരിച്ചെത്തിക്കണേ. തസ്രീഹിം ബിഇഹ്സാൻ, നല്ല രീതിയിൽ അവളെ തിരിച്ചു കൊണ്ടുവിടണേ. വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്. ഇത് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഓരോ ഭാര്യാപിതാവും എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറയുന്നത്. പ്രഥമപടിയായിട്ട് ഈ കരാർ ഓർമ്മപ്പെടുത്താതെ ഒരു വിവാഹവും വിശുദ്ധ ഇസ്ലാമിൽ നടക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുക? എങ്ങനെയാ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുക? ഏറ്റെടുക്കുന്ന കരാർ അത് പൂർത്തീകരിക്കൽ നമ്മുടെ ബാധ്യതയാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, എന്റെ പുരുഷന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾ ഇനിമേൽ ഭാര്യയുടെ മേൽ അധികാരമുണ്ടെന്ന് വെച്ച് അത് ക്രൂരമായി പെരുമാറിക്കളയരുതേ. ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് പറയാൻ കഴിയും, വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് കൃത്യമായിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അർരിജാലു ഖവ്വാമൂന അലന്നിസാ. അർരിജാലു, പുരുഷന്മാരെന്ന് പറയുന്നത്, ഖവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. നിഷേധിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ അധികാരത്തിന്റെ പ്രയോഗവൽക്കരണം എങ്ങനെയാകണമെന്നാണ്. തീർച്ചയായും സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് അധികാരമുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ ആ അധികാരം പ്രയോഗിക്കേണ്ടത് ക്രൂരതയോടുകൂടിയല്ല, അമാന്യമായിട്ടല്ല. മറിച്ച് ആ അധികാരം പ്രയോഗിക്കേണ്ടതോ, ആ അധികാരം പ്രയോഗിക്കേണ്ടതിന്റെ രൂപവും വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് അവരോട് നമ്മൾ പെരുമാറേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഭാര്യമാരോട് ഇടപെട്ട് പെരുമാറിയിട്ടുണ്ട്.
ആ പെരുമാറ്റ രീതികളെ വിശുദ്ധ ഇസ്ലാം നമുക്ക് മാതൃകയായി തന്നിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ പെരുമാറണമെന്നാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ്. ഭാര്യമാരോട് പെരുമാറുമ്പോ അവർ പരസ്പരമുള്ള ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, അൻ ഖലഖലകും നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നുവെന്നത്. ആരെയാ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്? മിൻ അൻഫുസികും നിങ്ങളുടെ സ്വശരീരങ്ങളിൽ നിന്നു തന്നെ, നിങ്ങളുടെ അതേ ജാതിയിൽ നിന്ന് തന്നെ, നിങ്ങളുടെ അതേ പെരുമാറ്റ രീതിയുള്ളവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നുവല്ലോ. ആരെയാ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്? മിൻ അൻഫുസികും അസ്വാജാ, ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എങ്ങനെയുള്ള ഇണകളെയാണ് സൃഷ്ടിച്ചു തന്നത്? നിങ്ങളുടെ സ്വന്തം പെരുമാറ്റ രീതികളുള്ള മനുഷ്യ സ്ത്രീകളെയാണ്. ആ മനുഷ്യരിൽ നിന്ന് തന്നെയാ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. എന്തിനാ? ലിയസ്കുനു ഇലൈഹാ, ലിയസ്കുനു ഇലൈഹാ, ആ കുടുംബം സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയേണ്ടതിനാണ്. വജഅല ബൈനകുമാ, എന്നിട്ട് നിങ്ങൾക്കിടയിലാക്കി തരികയും ചെയ്തിരിക്കുന്നു മവദ്ദതം വറഹ്മ, സ്നേഹത്തെയും കാരുണ്യത്തെയും. കുടുംബബന്ധത്തിന്റെ ആണിക്കല്ലായി വരേണ്ടത് ഈ രണ്ടുമാണ്. ഏത് രണ്ടുമാ? മവദ്ദതം വറഹ്മ. ഭാര്യ ഭർത്താവ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു കഴിയുമ്പോ ഭരിക്കപ്പെടേണ്ടവളല്ല ഭാര്യ, മറിച്ച് അധികാരം പുരുഷന്റെ കയ്യിലുണ്ട്. ആ അധികാരം എങ്ങനെയാ പ്രയോഗിക്കേണ്ടത്? മവദ്ദതം വറഹ്മ, സ്നേഹത്തോടുകൂടിയാവണേ. മവദ്ദതൻ, സ്നേഹത്തോടുകൂടിയാവണേ. വറഹ്മ, കാരുണ്യത്തോടുകൂടിയാവണേ. സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും കൂടിയാണ് ആ അധികാരം നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. അതല്ലാതെ ഭരണകർത്താവ് ഭരണീയരോട് പെരുമാറുന്നത് പോലെയല്ല. ഭരണകർത്താവ് ഭരണീയരോട് പെരുമാറുമ്പോ ഞാനും നീയുമെന്ന ബന്ധമാണ്. മറിച്ച് ഭാര്യ ഭർത്താവിനോട് പെരുമാറുമ്പോഴും ഭർത്താവ് ഭാര്യയോട് പെരുമാറുമ്പോഴും അവിടെ ഞാനും നീയുമില്ല. പിന്നെയോ നമ്മളൊന്നെന്ന ചിന്തയാണ്. നമ്മളൊന്നെന്ന ചിന്തയാണ് അവിടെ നമ്മളെ നയിക്കേണ്ടത്. അങ്ങനെ നയിക്കുമ്പോഴോ സ്നേഹത്തോടെ പെരുമാറാൻ നമുക്ക് കഴിയും, സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ ഓർത്തു നോക്കിയേ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഭാര്യമാരോടൊത്ത് ജീവിക്കുമ്പോ ആ ഭാര്യമാരിൽ നിന്ന് പലപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജീവിതത്തിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ കടന്നു വന്ന അവിടുത്തെ സഹധർമ്മിണിയാണ് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ ജീവിതത്തിൽ ഒരു ദിവസം വല്ലാത്ത അലമ്പുണ്ടാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ പ്രമുഖയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുമായിട്ട് കലമ്പുകയാണ്, പ്രശ്നത്തിലാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഖുർആനിന്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയി. ആദ്യം ഉപദേശിച്ചു നോക്കി, ആയിഷ ബീവി വഴങ്ങുന്നില്ല. പിന്നീട് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതെന്താ? നിങ്ങൾ അവരെ കിടപ്പറയിൽ വെടിയണേ എന്നാണ്. ഇത് നമ്മുടെ യുവാക്കൾ ചെറുപ്പക്കാര് പഠിച്ചു വെക്കേണ്ട രീതിശാസ്ത്രമാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പിണങ്ങിയെന്നാൽ എങ്ങനെയാ അവരെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്? ഒരിക്കലും അവരെ നമ്മൾ മൊഴി ചൊല്ലി പറഞ്ഞയച്ചുകൊണ്ടല്ല, മൊഴി ചൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല. പിന്നെയോ അവരോട് നമ്മൾ പെരുമാറേണ്ട രീതിശാസ്ത്രവും അള്ളാഹുവിന്റെ ഖുർആൻ അവർ നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന് പറയുകയാണ്, ഫഇലൂഹുന്ന, ആദ്യപടി എന്നോണം അവരോട് നിങ്ങൾ നല്ല നിലയിലൊന്ന് പറഞ്ഞു നോക്കണേ, അവരോട് നിങ്ങളൊന്ന് ഉപദേശിച്ചു നോക്കണേ. ഫഇലൂഹുന്ന, നിങ്ങൾ അവരോട് ഉപദേശിക്കണേ. എങ്ങനെയാ നമ്മൾ ഉപദേശിക്കേണ്ടത് എങ്ങനെയാ? നമ്മൾ പലപ്പോഴും ഉപദേശിക്കൽ എങ്ങനെയാണെന്നറിയോ നിങ്ങള്? നമ്മളെ ഹീറ്റ് മുഴുവനും അവരോട് പ്രകടിപ്പിച്ചുകൊണ്ടാണ്. നമ്മളുടെ ഹീറ്റ് മുഴുവനും അവരോടങ്ങ് പ്രകടിപ്പിക്കും. നന്നായിട്ടൊരു ചൂടാകല്. അപ്പുറത്ത് ഉമ്മയുണ്ട്, നാത്തൂന്മാരുണ്ട്, എല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ അവളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു ദൂഷ്യം കണ്ടു. ഉടനെ നമ്മൾ ഒരൊറ്റ അട്ടഹാസമാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല, എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല. ഒരൊറ്റ ചൂടാകല്. അതോടുകൂടി ഇവളെന്തായി? അഭിമാനം എന്ന് പറയുന്നത് ഒരു പെണ്ണിനുമുണ്ട് സഹോദരാ. സ്വന്തം കുടുംബത്തിന്റെ മുമ്പിൽ വെച്ചാണെങ്കിലും ഒരു പെണ്ണിന്റെ അഭിമാനം തകർക്കാൻ നമുക്ക് അവകാശമില്ല.
അഭിമാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും വകവെച്ചു കൊടുക്കേണ്ട അവകാശമാണ്. അതുകൊണ്ട് അവളുടെ അഭിമാനം തകർത്തു കളയുന്ന രൂപത്തിൽ കുടുംബത്തിന്റെ അകത്തളത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് നീ അവളെ ശകാരിച്ചു കളയല്ല സഹോദര. കാരണം എന്തേ? അങ്ങനെ നിങ്ങൾ ശകാരിച്ചാൽ ഒരിക്കലും അവൾ നന്നാവാൻ പോകുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാ. പരസ്യമായിട്ട് നിങ്ങൾ ഒരാളെ ശാസിച്ചാൽ അയാളെ നിങ്ങൾ കേടുവരുത്തുകയാ ചെയ്തിരിക്കുന്നത്, അയാളെ നന്നാക്കുകയല്ല ചെയ്തത്. ഒരു ഉദാഹരണം പറയാ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കാണുമ്പോ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് ശകാരിച്ചാൽ, ഇവിടെ നിന്ന് വിളിച്ചിട്ട് എന്താടോ എന്ന് ചോദിച്ചാൽ ആരാണത് ഇഷ്ടപ്പെടുക? ആരാണത് ഇഷ്ടപ്പെടുക? ഒരിക്കലും ഉണ്ടാവില്ല. നമുക്കൊരാൾക്കും അത് ഇഷ്ടമല്ല. മറിച്ച് സ്വകാര്യം വിളിച്ചിട്ട് അവരോട് നമുക്ക് പറയാം, സ്വകാര്യം വിളിച്ചിട്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ ഉണർത്താം. എന്നാൽ അതവർ ഉൾക്കൊള്ളുകയും അവരത് മനസ്സിലാക്കുകയും ചെയ്യും. അള്ളാന്റെ റസൂല് പറഞ്ഞ ഫഅലൂഹുന്ന, നിങ്ങളവരെ ഉപദേശിക്കണേ. ഉപദേശിക്കുക എന്നതിനർത്ഥം പൊട്ടിത്തെറിക്കണമെന്നല്ല. അങ്ങനെ നമ്മൾ തെറ്റുധരിച്ചു പോയിട്ടുണ്ട്. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശകാരിക്കുക എന്നല്ല. ശകാരം വേറെയാണ്, ഉപദേശം വേറെയാ. ഇവിടെ അള്ളാന്റെ റസൂൽ വെക്കുന്നത് ഏതാ? ഉപദേശിക്കണമെന്ന. ഉപദേശിക്കുമ്പോഴെങ്ങനെയാ വേണ്ടത്? ഒരാളോട് നമ്മൾ ഉപദേശിക്കുമ്പോ ക്രൗര്യമുള്ള മുഖത്തോടു കൂടിയാവരുത്, പുഞ്ചിരിക്കുന്ന വദനത്തോടു കൂടിയാകണം, സുസ്മേര വദനനായിട്ടായിരിക്കണം, സന്തോഷമുള്ള സമയത്തായിരിക്കണം. അങ്ങനെ സന്തോഷമുള്ള ഒരു സമയത്ത് അവളെ വിളിച്ചിട്ട് പറയണം, മോളെ നീ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല, നീ അവിടെ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയായില്ല, ഞാൻ പിന്നെ അവിടെ പറയാതിരുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നിന്നെ ശകാരിക്കണ്ടെന്ന് വെച്ചിട്ടാ, അതുകൊണ്ടാ ഞാൻ അവിടുന്ന് പറയാതിരുന്നത്, ഇനിമേൽ എൻ്റെ മോളത് ശ്രദ്ധിക്കണേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മുടെ ഭാര്യയോട് ഉണർത്തിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തൊരു എളുപ്പമാണെന്നോ അതുടനെ തന്നെ അക്സെപ്റ്റ് ചെയ്തു പോയി. മറിച്ച് നമ്മൾ ശകാരിച്ചാലോ അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അത് നിഷേധിക്കുകയാണ്. എനിക്കങ്ങനെയേ കഴിയുന്നൊരു പക്ഷേ അവർ പറഞ്ഞേക്കും. അതുകൊണ്ടാ അള്ളാന്റെ ഖുർആന് പറഞ്ഞത് ഫഅലൂഹുന്ന, അവിടെ നിങ്ങൾ ഉപദേശിക്കണേ. ഉപദേശമൊക്കെ നടത്തി നോക്കി അള്ളാന്റെ റസൂൽ, പക്ഷേ സ്വീകാര്യമല്ല. അവരത് അംഗീകരിക്കുന്നില്ല. ചില സഹോദരിമാരെങ്ങനെയാണ്, പറഞ്ഞാലൊന്നും അവർ വഴിക്ക് വരില്ല. പിന്നെ എന്തു ചെയ്യണം? അള്ളാഹുവിന്റെ ഖുർആൻ ഉടനെ പറഞ്ഞു വഹ്ജുറൂഹുന്ന, നിങ്ങൾ അവരെ കിടപ്പറയിലൊന്ന് വെടിയണേ. കിടപ്പറയിലൊന്ന് മാറ്റിക്കിടത്തി നോക്ക്. തൽക്കാലം തലയണ എടുത്തൊന്ന് മാറിക്കിടക്ക്. അതിനർത്ഥം അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്നല്ല. ഓട്ടോ എടുത്തിട്ട് അവളെ കാർ എടുത്തിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണമെന്നല്ല. മറിച്ച് നിന്റെ വീട്ടിൽ തന്നെ നിന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ അവളുടെ അടുക്കൽ നിന്ന് നീ ഒന്നങ്ങ് മാറിക്കിടക്ക്. ആ സമയത്ത് ഏതൊരു പെണ്ണും ആലോചിച്ചു പോകും, പടച്ചവനെ, ഇന്നലെ വരെ ഒന്നിച്ചെന്റെ ഭർത്താവിന്റെ ചൂടറിഞ്ഞു കിടന്ന ഞാൻ ഇന്നെന്തിനെ അദ്ദേഹം എന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയത്? എനിക്ക് പുനർചിന്തനത്തിനൊരവസരം കിട്ടും, ചിന്തിക്കാൻ ഒരവസരം ലഭിക്കും. അതാണ് അള്ളാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കിടപ്പറയിൽ അവളെ ഒന്ന് വെടിഞ്ഞു നോക്ക്. എന്നിട്ടും അവൾ അനുസരിക്കുന്നില്ലെങ്കിലേ നിങ്ങൾ അവരോട് അടുത്ത പടി കടക്കേണ്ടതുള്ളൂ. അതിനും അവൾ വഴിപ്പെടുന്നില്ലെങ്കിലേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കടക്കേണ്ടതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. അതുകൊണ്ടൊന്നും വഴങ്ങുന്ന മട്ടില്ല. അതുകൊണ്ടൊന്നും വഴങ്ങാതെ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അടുത്ത പടി കൂടി പ്രയോഗിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ തീരുമാനിച്ചു. ആ അടുത്ത പടി ഏതാ? വിശുദ്ധ ഖുർആന് പറയുന്നുണ്ട്, ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ, ഇനിയും ഇണയുടെയും തുണയുടെയും ഇടയിൽ അകൽച്ചയാണ് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിലോ ഫഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹാ, രണ്ട് വിഭാഗത്തിൽ നിന്നും, ഭാര്യയുടെ ഭാഗത്ത് നിന്ന്, ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന്, ഇണയുടെ ഭാഗത്ത് നിന്നും, തുണയുടെ ഭാഗത്ത് നിന്നും രണ്ടുപേരുടെയും ഗുണം പ്രതീക്ഷിക്കുന്ന, രണ്ടുപേരുടെയും ഗുണം ആഗ്രഹിക്കുന്ന ഒരു മധ്യവർത്തി ഇടപെടട്ടെ. അവിടെയാണ് ഒരു മധ്യസ്ഥൻ കടന്നു വരേണ്ടത്. മൂന്നാമത്തെ ഒരാളതിൽ ഇടപെടട്ടെ. ഈ പ്രഖ്യാപനം നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ, ഒരു കാര്യം ചെയ്താലോ? നീ ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമാണ്, തമ്മിൽ പറഞ്ഞ് പരസ്പരം അങ്ങ് വർദ്ധിക്കുകയല്ലാതെ ചെറുകിട പരിപാടികളെ കൊണ്ടൊന്നും നീ വഴങ്ങുന്ന കോലമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വിഷയത്തിൽ മൂന്നാമതൊരാളെ നമുക്ക് ഇടപെടിക്കാം. ആയിഷ ബീവി സമ്മതിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചാലോ? മുത്തുനബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ആയിഷ, നമുക്ക് ഉമറിനെ മധ്യസ്ഥനായിട്ട് വിളിച്ചാലോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ, പറ്റൂല നബിയേ,
നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ വെട്ടൊന്ന് കഷ്ണം രണ്ടെന്ന ചിന്താഗതിക്കാരനാണ് ഉമർ. അതുകൊണ്ട് എനിക്ക് തീരെ തൃപ്തിയില്ല. റസൂലുള്ളാഹി പറഞ്ഞുവെങ്കിൽ ഉസ്മാനെ വിളിച്ചാലോ? റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബി പറഞ്ഞു, അതെങ്ങനെ പറ്റും നബിയേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ പുതിയാപ്പിളയല്ലേ? ആ പുതിയാപ്പിളയെ വിളിച്ചിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇടപെടിക്കുന്നത് മോശമല്ലേ? ഞാനും നിങ്ങളും തമ്മിൽ, അമ്മോശനും അമ്മായിമ്മയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ മരുമകൻ ഇടപെടുന്നത്, പുതിയാപ്പിള ഇടപെടുന്നത് മോശമല്ലേ? അതുകൊണ്ട് ശരിയല്ല നബിയേ. ഉടനെ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയാലോ? ആയിഷ ബീവി മനമില്ലാ മനസ്സോടെ അതുവരെ സമ്മതം മൂളിയെങ്കിൽ, അതുവരെ നബിയെ നിങ്ങൾ വിളിക്കുന്ന ആള് ശരിയില്ലെന്ന് പറഞ്ഞെങ്കിൽ, പുഞ്ചിരിച്ചുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞു, ബലാ, അതിന് ഞാൻ ഒരുക്കമാണ്. എന്താ കാരണം? ആയിഷ ബീവി പറയാണ്, സിദ്ദീഖുൽ അക്ബർ ആണെങ്കിൽ ഐ ആം റെഡി. എന്താ കാരണം? എന്റെ സ്വന്തം ഉപ്പയല്ലേ. മദ്യം പറയാൻ വരുമ്പോ എന്തായാലും മോളെ ഭാഗത്തേക്ക് ഒരല്പം നിൽക്കാണ്ടിക്കോ? അങ്ങനെയാണല്ലോ നമ്മൾ ഇന്നത്തെ കാലത്ത് മദ്യം പറയാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താ? സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് മദ്യം പറയാൻ വേണ്ടി പോകുന്ന ആളുകൾ വണ്ടിയെടുത്തു, ഇവിടുന്ന് ഒരു 6 പേരെ തെരഞ്ഞെടുത്തു, നാട്ടിലെ കാരണവന്മാർ, കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർ, പറ്റാവുന്ന ആളുകളെയൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു? ഒരു പടയായിട്ട് ഒരു വണ്ടിയും വിളിച്ചിട്ട് പോവുകയാണ്. എവിടെയാ? ആ മാഷ വീട്ടിൽ വെച്ചാണ് മദ്യം പറയുന്നത്, അവരങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്യം പറയാൻ തന്നെയല്ലേ ഇവിടെയും പറയാം? അതോ പഞ്ചായത്ത് പറയാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? അങ്ങനെ പഞ്ചായത്താക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് മാഷ വീട്ടിലാണ്. അങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഇവിടുന്ന് ഒരു വലിയ പടയാണ്. ഈ 6 പേരും കൂടെ പോകുമ്പോൾ തന്നെ വണ്ടിയിലിരുന്ന ഒരു ഡിസ്കഷൻ. എന്താ? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ അവിടെ കൈക്കൊള്ളേണ്ട ഡിസിഷൻ എന്താ? തീരുമാനം എന്താ? നമ്മുടെ നിലപാടെന്താ? അതൊന്നും അറിയണമല്ലോ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഒരു കാരണവർ പറഞ്ഞു, അതിനിപ്പോ തീരുമാനം എന്തായാലും വേണ്ടില്ല, ഓല് പറഞ്ഞതിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന്. നമ്മൾ പിടിച്ചെടുത്ത് കാര്യങ്ങൾ കിട്ടണം. അല്ലെങ്കിൽ ഓള് ഇവിടെ നിന്നോട്ടെ, എന്താ കുഴപ്പം? ഇവർക്ക് എന്താ കുഴപ്പം? ഇവൾക്കൊരു കുഴപ്പമില്ല. കാരണം കുഴപ്പമുണ്ടെങ്കിൽ അത് ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലേ. ഇവർക്കൊരു കുഴപ്പമില്ല. അവരവിടുന്ന് ഭർത്താവിന്റെ വീട്ടുകാർ തീരുമാനിച്ചിറങ്ങി ഒരു വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരും അവിടുന്ന് പുറപ്പെടുമ്പോ എന്താ തീരുമാനിച്ചത്? എന്തായാലും അവര് പറഞ്ഞതിന് വിട്ടുകൊടുത്തുകൂടാ. എന്നിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത്? ഭർത്താവിന്റെ വീട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരും മധ്യസ്ഥന്റെ വീട്ടിൽ വെച്ച് ചർച്ച നടക്കുന്നു. അവസാനം ചർച്ച അലസിപ്പിരിയുമ്പോ കോഴിക്കോട് ടൗണിൽ വെച്ചിട്ട് മദ്യം പറയാൻ വേണ്ടി വന്ന, പഞ്ചായത്തിന് വേണ്ടി വന്ന ആളുകൾ പോലും പിന്നീട് കണ്ടാൽ മിണ്ടാത്ത രൂപത്തിൽ തെറ്റിപ്പിരിയുന്നു. എന്തിനാ ഇവർ ഇടപെട്ടത്? 2 ആള് തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ. ഇപ്പോഴുണ്ടായതോ ഈ 6 ആളുകൾ തമ്മിലും പ്രശ്നമായി. ഭർത്താവിന് മനസ്സില്ല പിരിയാൻ, ഭാര്യയ്ക്ക് ഒട്ടുമേ മനസ്സില്ല പിരിയാൻ. ചെറിയൊരു പ്രശ്നമങ്ങ് വലുതായി പോയതാണ്. ഇനി എന്തു ചെയ്യാൻ? പിരിഞ്ഞു പോകുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അവിടെയാ ഖുർആൻ പറയുന്നത്, ഹകമം മിൻ അദ്ലിഹി വഹകമം മിൻ അദ്ലിഹാ. ആളേറെയായി പോകണ്ട. കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു, ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹാ. അവളുടെ കൂട്ടത്തിൽ നിന്ന് നീതിമാനായ ഒരാള്, ഇവളുടെ ഭാഗത്തു നിന്നും നീതിമാനായ ഒരാള്, 2 പേരുടെ ഭാഗത്തും ഓരോരുത്തരിടപെടട്ടെ. റസൂലുള്ളാഹി തങ്ങൾ അതിനെ കാണിച്ചു തരുന്ന വഴിയോ 2 കുടുംബത്തിന്റെയും സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ മതിയെന്ന ഖുർആന് 2 പേരെ മതി എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ആള് മതി. എന്താ കാരണം? ആളധികം ഉണ്ടായ ചർച്ച തീരുമാനാവൂല. ഒരു മാസ് ജനറൽ ബോഡി വിളിച്ചിട്ട് തീരുമാനിക്കേണ്ട കേസല്ല ഇത്. 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് നീതിമത്തായ ഒരാൾ തീരുമാനമെടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഓ ആയിഷ, നമുക്കിടയിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ നമുക്ക് സുദീഖിനെ ക്ഷണിച്ചാലോ? ആയിഷ ബീവി പറഞ്ഞു, പോന്നോട്ടെ, എന്റെ ഉപ്പയല്ലേ, വരട്ടെ. ആ ഉപ്പയാകുന്ന സിദ്ദീഖുൽ അക്ബർ ക്ഷണിക്കപ്പെട്ടു. അള്ളാന്റെ ഹബീബിന്റെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അലൈസ ബി ഹാജ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, എന്തേ എന്നെ അങ്ങ് വിളിപ്പിച്ചത്? എന്തിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്തിനാണ് എന്നെ ക്ഷണിച്ചതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മാതൃകാ ഭർത്താവ് തന്റെ പ്രിയതമയായ ആയിഷയോടൊരു ചോദ്യമാണ്, അന്തി തഖൂൽ അം അനാ യാ ആയിഷ, നീ പറയുന്നുവോ അതല്ല ഞാൻ പറയണമോ? ആരാ വിഷയം അവതരിപ്പിക്കേണ്ടത്? മധ്യസ്ഥന റെഡിയാണ്, സിദ്ദീഖുൽ അക്ബർ വന്നിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്. ആരാണ് സിദ്ദീഖിനോട് അഭിപ്രായം പറയേണ്ടത്? ആരാണ് വിഷയം അവതരിപ്പിക്കേണ്ടത്? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, ഞാൻ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞാൽ അതെന്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെടൂല. എന്തേ കാരണം?
അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പാകെ ചാടിക്കേറിയിട്ട് ഞാൻ വല്ലതും പറഞ്ഞാൽ അതൊരിക്കലും എൻ്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തേ മറുപടി പറഞ്ഞതെന്നോ? ഞാൻ ഉടനെ മറുപടി പറഞ്ഞു, ഖുൽ അൻത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ അവതരിപ്പിച്ചോളൂ നബിയെ. ബൽ ലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ, ലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ. നബിയെ, ഇത് കുടുംബ കോടതിയാണ്. ഇവിടെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം സജീവ ചർച്ചയ്ക്കിടയാവുകയാണ്. രണ്ടു ഭാഗത്തും വക്കീലുമാരുണ്ട്. ഈ വക്കീലുമാര് പരസ്പരം പറഞ്ഞു കൊടുക്കുന്നത് എന്റെ ഭാഗം വിജയിക്കണം, നിന്റെ ഭാഗം വിജയിക്കണം. അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് നീ കോടതിയിൽ പറയണേ. ഉടനെ ഈ പെണ്ണ് ചോദിച്ചു, അങ്ങനെയൊന്നും അവൻ ചെയ്തില്ലല്ലോ, എന്റെ ഭർത്താവ് എന്നെ അടിച്ചിട്ടില്ലല്ലോ, ഒരിക്കലും അവൻ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ കോടതിയിൽ പറയുന്നത്? ഉടനെ അടുത്ത ചോദ്യം വന്നു, നിനക്ക് കോടതിയിൽ നിന്ന് പണം കിട്ടണോ, നിനക്ക് മൊഴി ചൊല്ലണോ, നിനക്ക് അവനെ ഉപേക്ഷിക്കണോ, എടുക്കൽ നിന്ന് പണം കിട്ടണോ? ഇത് പറഞ്ഞേ പറ്റൂ. ഇതുവരെ തന്നെ അടിച്ചിട്ടില്ലാത്ത ഭർത്താവിനെ കുറിച്ച്, ഇതുവരെ ഒരിക്കൽ പോലും മദ്യപാനം നടത്താത്ത ഭർത്താവിനെ കുറിച്ച് കുടുംബ കോടതിയുടെ ജഡ്ജിയുടെ മുമ്പാകെ വെച്ച് ഈ നല്ല പിള്ള ചമയുന്ന ഭാര്യ പിന്നെ പറയുന്നത് എന്താ? അവൻ എന്നെ അടിച്ചിട്ടുണ്ട്, അവൻ മദ്യപിച്ചു വന്നിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഭർത്താവ് ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഇന്നലകളിൽ ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ഇനി ഇവളോടൊത്ത് കോടതിയല്ല ആര് തന്നെ പറഞ്ഞാലും ഒന്നിച്ചു പോകുന്ന പ്രശ്നമില്ല. എന്തേ കാരണം? കോടതിയിൽ എന്നെ മദ്യപാനിയാക്കിയവളാണവൾ, കോടതിയിൽ എന്നെ കുറിച്ച് മോശം പറഞ്ഞവളാണവൾ, കോടതിയിൽ ഞാൻ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന് കള്ളം പറഞ്ഞവളാണ്. ഇനി ഒരിക്കലും കോടതിയല്ല ആര് തീരുമാനിച്ചാലും ഒന്നിച്ചു പോകുന്ന പ്രശ്നമില്ലെന്ന് പുരുഷൻ തീരുമാനിച്ചു പോയി. ഇതാ നമ്മുടെ നാട്ടിലെ കോടതികളുടെ അവസ്ഥയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോടതിയിലെ ജഡ്ജിയായി വിളിച്ചു വരുത്തിയ, മധ്യവർത്തിയായി വിളിച്ചു വരുത്തിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പാകെ വിഷയാവതരണം നടത്തേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി പറഞ്ഞു, അന്ത തഖൂലു യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞോളൂ നബിയേ, ബൽ ലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ, ഹഖ്ഖല്ലാത്തതൊന്നും നബിയേ നിങ്ങൾ പറഞ്ഞു കളയരുതേ. ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവനും അൽ അമീൻ എന്നറിയപ്പെട്ട ആ റസൂലുള്ളാഹി തങ്ങൾ അങ്ങകലെ ആകാശാരോഹണം നടത്തിയിട്ട് സ്വർഗവും നരകവും കണ്ടിട്ട് തിരിച്ചു വന്നുവെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് കിറാമു മുഴുവനും അതിൽ വിശ്വസിച്ച കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അന്ന് കാലത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെയില്ല. ഖുറൈശികൾ വന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനോട് പറയുന്നത്, ഓ അബൂബക്കർ, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നിങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് ഇവിടെ വന്ന് പറഞ്ഞു വരുത്തുന്നത് കണ്ടോ? ഇന്നലെ രാത്രിയിൽ അല്പസമയത്തിനുള്ളിൽ അവൻ ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് പോയത്രേ, അവിടെ നിന്ന് ഒരുപാട് പ്രവാചകന്മാരുമായി സന്ധിച്ചത്രേ, ആ സന്ധിക്ക് അവസാനം ആകാശാരോഹണം നടത്തിയത്രേ, സ്വർഗീയ ലോകത്ത് ചെന്നുകൊണ്ട് സ്വർഗവും നരകവും കണ്ടുകൊണ്ട് അല്ലാഹുവിനോട് അഭിമുഖം നടത്തിയിട്ട് തിരിച്ചു വന്നുവത്രേ. ഇന്നലെയിലെ ഒരൊറ്റ അർദ്ധരാത്രി കൊണ്ട് ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സൂപ്പർ സോണിക് വിമാനങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് അത്രയും അകലെയുള്ള പ്രദേശത്ത് പോയിട്ട് ഞങ്ങൾ ഇത് കണ്ടുകൊണ്ട് വന്നു എന്ന് അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനം ഈ ഖുറൈശികൾ വന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറിച്ചൊന്നേ ചോദിച്ചുള്ളൂ. എന്തായിരുന്നു അവിടുത്തെ ചോദ്യമെന്നോ? അല്ലയോ എന്റെ പ്രിയ കൂട്ടുകാരെ, എന്റെ ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കൂട്ടുകാരുടെ പ്രതികരണം, അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് അവിടുന്ന് പറഞ്ഞു, സ്വദ്ദഖ്തുഹു, ഞാൻ അവരെ വാസ്തവമാക്കിയിരിക്കുന്നു, അത് സത്യമാണെന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞുവോ അത് പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പാകെ സ്വന്തം മകള് പറയുകയാ, ലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ, നബിയേ അങ്ങ് ഹഖ്ഖല്ലാത്തത് പറയരുതേ, നബിയേ അങ്ങ് സത്യമല്ലാത്തതൊന്നും കൂട്ടിപ്പറയരുതേ. ഇതങ്ങ് പറയേണ്ട താമസം പിന്നെ എന്താ നടക്കുന്നതെന്നോ?
മദ്യം പറയാൻ വേണ്ടിയിട്ട്, പഞ്ചായത്ത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ മുടിക്കങ്ങ് പിടിച്ചിട്ട് ഒരൊറ്റ അടിയങ്ങ് കൊടുക്കാൻ ഒരുങ്ങുമ്പോ ഒരൊറ്റ അടിയങ്ങ് കൊടുത്തിട്ട് പറയുകയാണ്, അവഹാദൻ നബിയു യഖൂലു ഇല്ലാ ഹഖായ ആയിഷ, ഓ ആയിഷ നീ എന്തായി പറയുന്നത്, എന്താണോ നീ പുലമ്പുന്നത്? എന്റെ ഹബീബ് ഇത്രയും കാലമായിട്ട് ശത്രുക്കളുടെ മുമ്പിൽ പോലും ഒരു കള്ളം പറഞ്ഞുവെന്ന് അഭിപ്രായമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുന്ന് കള്ളം പറയുമെന്നോ, അവിടുന്ന് ഹഖല്ലാത്തത് പറയുമെന്നോ, എന്താ ആയിഷ നീ പറയുന്നതെന്ന് ചോദിച്ച് തന്റെ പുന്നാരമോളുടെ ചെകിട്ടത്തടിക്കാൻ ഒരുങ്ങുമ്പോ നമ്മളാണെങ്കിൽ എന്താ പറയാ? നമ്മളാണെങ്കിൽ ആ സ്റ്റേജിൽ എന്താ പറയാ? ഇതൊക്കെ എന്ന് കിട്ടേണ്ടതാണെന്നറിയോ? ഇതിന്റെ ഒരു കുറവ് നല്ലോണം ഞങ്ങളെ മോക്കുണ്ട്, അതിന്റെ കുറവ് കൊണ്ട് അപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. ഇതൊക്കെ ഇങ്ങോട്ട് കെട്ടിച്ച് വിടുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടതായിരുന്നു അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയാ? നമ്മുടെ ഉമ്മമാരങ്ങനെയല്ലേ പറയാ? ഇതൊക്കെ പഠിക്കേണ്ടടുത്തുനിന്ന് പഠിച്ചു വരാത്ത കുറവാ, കിട്ടേണ്ടതന്ന് കിട്ടാത്തതിന്റെ കുറവാ, ഇപ്പോഴെങ്കിലും കൊടുക്കാൻ വളരെ നന്നായി. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാരാ? അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ ഭാര്യയോട് നന്നായി പെരുമാറുന്നവരാ. അത് പറഞ്ഞു നിർത്തിയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അനാ ഖിയാറുക്കും ലി അഹ്ലി, എന്റെ ഭാര്യമാരോട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറുന്നവൻ ഞാൻ തന്നെയാ. ലോകത്തിന് ഈ മാതൃക കാണിച്ചു കൊടുത്ത ഹബീബ്, അവിടുന്ന് റസൂലുള്ളാഹി തങ്ങള്, അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പിടിച്ചങ്ങ് മാറ്റിയിട്ട് ആയിഷ ബീവി ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ബേക്കിലങ്ങ് നിന്നു. രണ്ട് കയ്യും ഇങ്ങനെ പിടിച്ചിട്ട് സിദ്ദീഖുൽ അക്ബറിനെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓ സിദ്ദീഖ്, അങ്ങയെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് ഇതിനല്ല, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ല സിദ്ദീഖ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അടിക്കുവാനായിരുന്നെങ്കിൽ എന്റെ ഭാര്യയെ അടിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ഓ സിദ്ദീഖ്, എന്റെ ഭാര്യയെ അടിക്കുവാനല്ല ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? എന്റെ ഭാര്യയെ അടിക്കുവാനല്ല ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്, അപരനോടല്ല, സ്വന്തം പിതാവിനോടാ പ്രതിവചിക്കുന്നത്. ഇതങ്ങ് കേൾക്കേണ്ട താമസം ആയിഷയുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പോയി. ഇത്രയൊക്കെ ഞാൻ പ്രശ്നമുണ്ടാക്കിയിട്ട്, ഇത്രയൊക്കെയും ഞാൻ എൻ്റെ ഹബീബിനെ ബുദ്ധിമുട്ടിച്ചിട്ട്, ഇത്രയൊക്കെയും അനുസരണക്കേടുകൾ ഞാൻ കാണിച്ചിട്ട്, എൻ്റെ പിതാവ് എൻ്റെ നേരെ കയ്യോങ്ങി വരുമ്പോ എൻ്റെ പ്രിയതമൻ എന്തേ പറഞ്ഞത്? എൻ്റെ ഭാര്യയെ അടിക്കുവാനല്ല സിദ്ദീഖ് നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഓ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹബീബേ, അങ്ങ് അവരോട് പോകാൻ പറയൂ നബിയേ. നമ്മൾ തമ്മിൽ പ്രശ്നമില്ല നബിയേ, നമുക്കിടയിൽ പ്രശ്നങ്ങളില്ല നബിയേ, ഉപ്പാനോട് പോകാൻ പറയണേ. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ പറഞ്ഞു, ഓ സിദ്ദീഖ്, ഈ സമയത്ത് മദ്യം പറഞ്ഞാൽ ശരിയാവില്ല. എന്തേ കാരണം? അങ്ങ് കോപത്തിലാണ്, അങ്ങ് കോപിഷ്ടനാണ്, അങ്ങ് വല്ലാത്ത ദേഷ്യത്തിലാണ്. ഇപ്പോഴൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ശരിയാവില്ല. നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. പലപ്പോഴും തീരുമാനമെടുക്കുന്നത് നമ്മൾ ദേഷ്യം പിടിക്കുമ്പോഴാ. ദേഷ്യം പിടിക്കുന്ന സമയത്ത് തീരുമാനമെടുത്താലോ ഒറ്റയടിക്ക് നമ്മൾ മൂന്നും ചൊല്ലി എന്നങ്ങ് പറഞ്ഞേക്കും. എനിക്കിനി എന്നെ വേണ്ട, എൻ്റെ മൂന്നും ചൊല്ലി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആലോചിക്കണം, സുബ്ഹാനല്ലാഹ്, അങ്ങനെ മൂന്നും ചൊല്ലേണ്ടിയിരുന്നില്ല. പിന്നെയാണ് ആലോചിക്കുന്നത് അങ്ങനെ മൂന്നും കൂടി ചൊല്ലി അപ്പം എന്താ ആവുക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് അപ്പുറത്ത് പോയി അപ്പുറത്തെ കാതിനെ കണ്ട് ഇപ്പുറത്തെ കാതിനെ കണ്ട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് പിന്നെയാണ് നോക്കുന്നത്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ദേഷ്യം പിടിക്കുന്ന സമയത്ത് തീരുമാനമെടുക്കണ്ട. പിന്നെന്താ? അപ്പൊ തൽക്കാലം അവിടുന്ന് ഒന്നങ്ങ് മാറി നിൽക്കുക, ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. ഇല്ലെങ്കിലോ തീരുമാനം കടുകട്ടിയായി പോകും, തിരിച്ചിറങ്ങാൻ കുടുങ്ങിപ്പോകും. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖ് നിങ്ങൾ പൊയ്ക്കോളൂ സിദ്ദീഖ്, ഇപ്പൊ തീരുമാനമെടുക്കണ്ട. ഇവിടെയാണ് അള്ളാഹിന്റെ റസൂലിന്റെ പെരുമാറ്റം നമുക്ക് മാതൃകയാകേണ്ടത്. തന്നെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച ആ പ്രിയപ്പെട്ട ഭാര്യയോട് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ പെരുമാറ്റം അങ്ങനെയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചരിത്രമാ വിശുദ്ധ ഇസ്ലാമിന് കുടുംബജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ മേൽ ബാധ്യതകളുണ്ട്, ഭാര്യമാരുടെ മേൽ നമുക്കും ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ പഠിച്ചു വെക്കണം നാം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്കതിലേറെ നമ്മൾ സ്നേഹം കൊടുക്കണേ ചെറുപ്പക്കാരെ.
നമുക്കവർക്കിടയിൽ സ്നേഹം പങ്കുവെക്കാൻ കഴിയണം. മവദ്ദതം വറഹ്മ, കാരുണ്യത്തോടെയും സ്നേഹത്തോടെയുമാ വർത്തിക്കേണ്ടത്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താ? സ്നേഹത്തോടുകൂടി ഭാര്യനോട് പെരുമാറാൻ പാടില്ല എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ചിലർ. എന്താ കാരണം? സ്നേഹിച്ചു പോയാൽ അവർ തലയിൽ കയറുന്ന. അതിന് നമ്മളെ തല എന്തിനാ അവരുടെ കാലിന്റെ ചോട്ട് കയറ്റി വെച്ചു കൊടുക്കുന്നു? നമ്മുടെ തല എന്തിനാ സഹോദരങ്ങളെ അവരുടെ തലയിൽ കയറ്റുന്നത്, അവരുടെ കാലിന്റെ ചവിട്ടിൽ വെച്ചു കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പകർന്നു കിട്ടേണ്ട ഒരു വിശേഷണമാണ്. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് അത് പകർന്നു കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാതെ കേവലം വാചക കസർത്തുകളെ കൊണ്ടായില്ല. എന്തേ കാരണം? എനിക്ക് എൻ്റെ ഭാര്യനോട് വല്ലാത്ത ഇഷ്ടമാണ്, എൻ്റെ ഭാര്യനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ അവൾ പറഞ്ഞതൊന്നും ഞാൻ എന്താവൂല, വാങ്ങിക്കൊടുക്കൂല. എൻ്റെ ഭാര്യനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ചീത്ത മാത്രമേ അവളെ വിളിക്കുകയുള്ളൂ. അതെന്താ കാരണം? അത് സ്നേഹം പ്രകടിപ്പിച്ചാലേ അവർ തലേ കയറും. അങ്ങനെ പാടില്ല. ഒരിക്കലും വിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചില്ല. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് കൃത്യമായി പറയുന്നത്, ഇണയും തുണയും തമ്മിൽ ബന്ധപ്പെടുന്നിടത്ത് വളരെ കൃത്യമായിട്ടും വസീല വേണമെന്ന് പഠിപ്പിച്ചു അള്ളാന്റെ ഹബീബ്. അള്ളാന്റെ ഹബീബ് പറയുകയാ, പുരുഷന്മാരെ, ലാ യകഅന്ന അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാളും തന്നെ നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിച്ചു കളയല്ല. നിങ്ങളിൽ നിന്നൊരാളും നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിച്ചു കളയല്ല. ലാ യകഅന്ന അഹദുക്കും അല ഇംറഅതിഹി, തന്റെ ഭാര്യയുടെ മേൽ ഒരാളും തന്നെ കടന്നുകളയല്ല. ഒരാളും തന്നെ നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിച്ചു കളയല്ല. കമാ തഖഉൽ ബഹീമാ, മൃഗങ്ങൾ പരസ്പരം പെരുമാറുന്നത് പോലെ, മൃഗങ്ങൾ പരസ്പരം ഭോഗിക്കുന്നത് പോലെ ഒരു കോഴിക്ക് പിടക്കോഴിക്ക് പൂവൻ കോഴിയോടുള്ള ബന്ധമല്ല, ഒരു പൂവൻ കോഴിക്ക് പിടക്കോഴിയോടുള്ള ബന്ധമല്ല. അത് കേവലം സെക്സിന് വേണ്ടിയുള്ള ബന്ധമാണ്. ഒരു പോത്തിനൊരു എരുമയോടുള്ള ബന്ധമല്ല, അവിടെ കേവലമായിട്ടുള്ള ലൈംഗികമായ ബന്ധം മാത്രമാണ്. അതുപോലെയുള്ള ബന്ധമായി നിങ്ങൾ ചുരുക്കിക്കളയല്ല. പിന്നെയോ ഈ ബന്ധങ്ങൾക്കപ്പുറത്ത്, ഇതിനുമപ്പുറത്ത് ഹിതകരമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനാപ്പം അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഗതി വെച്ചത്? അല്ലേ? അതൊരു ചോദ്യമാണല്ലോ. ഇന്ന് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുടുംബജീവിതത്തിന്റെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണെന്നാണ്, ലൈംഗികതയാണെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. പിന്നെയോ ലൈംഗികതയെ അതിന്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് എന്തിനാ? ജീവിതമാകുന്ന ഉത്തരവാദിത്തങ്ങളാകുന്ന വലിയ കഷായം, ആ കഷായം നമ്മൾ കുടിച്ചേ പറ്റൂ. ആ കഷായം കുടിക്കണമെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? കഷായം കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യും? കുടിച്ച ഉടനെയോ കുടിക്കുന്നതിന് മുമ്പോ ഒരല്പം മധുരം വായിലിട്ട് കൊടുക്കും. അല്ലേ? ഒരു ലേശം മധുരം, ഒരു ശർക്കരയുടെ കഷ്ണം, അല്ലെങ്കിൽ ഒരു അല്പം, ഒരു സ്പൂണ് പഞ്ചസാര, അതെടുത്തിട്ട് നമ്മുടെ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കും. എന്തിനാ? ഈ മധുരം അങ്ങ് തട്ടിച്ചിട്ട് വളരെ പുളിയുള്ള അല്ലെങ്കിൽ കയ്പുള്ള കഷായം കുടിക്കണം. ജീവിതമാകുന്ന ആരോഗ്യം സുരക്ഷിതമാകണമെങ്കിൽ ഉത്തരവാദിത്തങ്ങളാകുന്ന ഒരുപാട് കഷായം കൂടെ കുടിക്കാനുണ്ട്. അപ്പൊ അത് കുടിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവണമെങ്കിൽ എന്ത് വേണം? അതിന് ഈ പുരുഷനൊരൽപ്പം ലദ്ദത്ത് കിട്ടണം, സ്ത്രീക്കും ഒരൽപ്പം ലദ്ദത്ത് കിട്ടണം. അവിടെ ആ ഒരു രസത്തിന് വേണ്ടിയാണ് സെക്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇടയിൽ വെച്ച് കൊടുത്തത്. ഈ ഒരു രസത്തിന്റെ മേൽ ഈ വലിയ കഷായം കുടിച്ചു തീർക്കണം. അല്ലേ? നിങ്ങൾ ഓർത്തു നോക്കിയേ, ഒരു കല്യാണം കഴിച്ച് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ടാകും? വേണ്ടതുപോലെ ഭാര്യയും ഭർത്താവും ജീവിക്കുകയാണെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരു പുരുഷനാണെങ്കിൽ രണ്ടാമതൊന്ന് കഴിക്കാൻ ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. രണ്ടാമതൊന്ന് കഴിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അത്രമാത്രം ഉത്തരവാദിത്തമാണ് പുരുഷന്റെ മേൽ അള്ളാഹു വെച്ചിരിക്കുന്നത്. അത്രമേൽ ഉത്തരവാദിത്തമാണ്. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ഇത് കേവലം ഇസ്ലാമിന്റെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല. ഏതാണ്ട് എല്ലാ മതങ്ങളും ആ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ജീവിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ കുടുംബജീവിതം ഭംഗിയാവുകയുള്ളൂ. അല്ലേ? വേദപുരാണങ്ങളിലൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ പറഞ്ഞത് കാണാം. സന്തുഷ്ടോ ഭാര്യ ഭർത്താ, ഭർത്താ ഭാര്യ തദൈവജ, യസ്മിൻ ദേവകുലേ നിത്യം കല്യാണം തത്ര വൈധവം. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭാര്യ ഭർത്താവുമായും ഭർത്താവ് ഭാര്യയുമായും സന്തോഷത്തോടുകൂടി, സന്തുഷ്ടോ ഭാര്യ ഭർത്താ, ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താ തദൈവജ, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും സന്തോഷത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്തെ കുടുംബജീവിതത്തിന് സന്തോഷമുള്ളൂ. ആ കുടുംബജീവിതത്തിൽ സന്തോഷം കളിയാടുകയുള്ളൂ. ആ സന്തോഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴേ ഇതിന്റെ വിലയറിയൂ. അതങ്ങനെ അറിയുന്നവരാണെങ്കിലോ തീർച്ചയായിട്ടും രണ്ടാമതൊന്ന് കഴിക്കുക നമുക്ക് കേരളീയ സാഹചര്യത്തിൽ പ്രയാസമല്ലേ? എൻ്റെ ഒരു സുഹൃത്ത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് രണ്ടാമതൊരു കല്യാണം കഴിച്ചു.
രണ്ടാമതൊരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പുതിയാപ്ല സൽക്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ഇപ്പോൾ രണ്ടാമതൊരു കല്യാണമൊക്കെ കഴിച്ചു, എന്താണിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം? അപ്പം എന്നോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഒന്ന് ആവാൻ തോന്നുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കല്യാണം ഇപ്പം ബറക്കത്തിന് ശിഹാബ് നിങ്ങൾ കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ സുഖം എത്രയെന്ന് എനിക്ക് അറിയുമെന്ന് ചോദിച്ചു. അറിയുമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രയാസം എത്രയെന്ന് അറിയുമെന്ന് ചോദിച്ചു. അതും അറിയുമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, സുഖം അത്ര തന്നെയുള്ളൂ, പ്രയാസം അതിൻ്റെ ഇരട്ടി ഉണ്ട് എന്ന് മനസ്സിലായിക്കോ. സുഖം അത്ര തന്നെ ഉള്ളൂ, ഒന്ന് കഴിച്ചതിൻ്റെ സുഖം തന്നെ. പ്രയാസമോ അതിൻ്റെ ഡബിൾ ഉണ്ട്. കാരണം രണ്ടെണ്ണത്തിനെയല്ലേ കൊണ്ടു കിടക്കുന്നത്, ഒന്നിനെ കൊണ്ടു കിടക്കാനുള്ള പ്രയാസം സഹോദരങ്ങളെ നമുക്കറിയില്ലേ. പ്രയാസം ഉണ്ട് എന്ന് ഇവിടുന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കൂല. കാരണം എന്താ, തൊട്ടപ്പുറത്ത് നിങ്ങളെ ഭാര്യമാരിത് കേൾക്കുന്നുണ്ടാവും. എനിക്ക് പിന്നെ പറഞ്ഞ് നാട്ടിൽ പോയാൽ മതി, എൻ്റെ ഭാര്യ തൊട്ട് കേൾക്കണമില്ലല്ലോ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്, ഈ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ ഇണകളും തുണകളുമായി മാറുന്നുള്ളൂ. അതിന്റെ ഇടയിൽ നമുക്കൊരു സാന്ത്വനത്തിന് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചെറിയ ആത്മസംതൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാ പരസ്പരമുള്ള ലൈംഗികതയെ അതിൻ്റെ ഇടയിൽ വെച്ച് തന്നിരിക്കുന്നത്. ലൈംഗികത ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. ഇന്ന് നമ്മുടെ സമൂഹം അതൊരു ലക്ഷ്യമായി കാണുമ്പോഴാ പലപ്പോഴും കുടുംബത്തിൽ കലാപവും കലഹവും ഉണ്ടാകുന്നത്. ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റൂ. അതതിന്റെ ഉദ്ദേശ ലക്ഷ്യമായി മാറിക്കൂടാ. മറിച്ച് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പായിരിക്കണം. നമ്മുടെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനാ കഷായം കുടിക്കുന്നത്. അതിന്റെ മുൻപന്തിയിലായിട്ട് മധുരം തട്ടിക്കുന്നതോ അത് നമ്മൾ ഈ കഷായം കുടിക്കാനുള്ള പ്രയാസം തീർക്കുക. അവിടെയാ മനുഷ്യരായ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പുരുഷന്മാരെ നമ്മൾ നിർവഹിക്കേണ്ടി വരുന്നത്. ഒരു ഭർത്താവ് എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. അവൾക്ക് സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കണം. ആ സ്നേഹം അവൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതെങ്ങനെ കഴിയണമെന്നാ അതാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ലാ യഖഅന്ന അഹദുക്കും അലംറഅതിഹി, തന്റെ ഭാര്യയുടെ മേൽ ഒരാളും പ്രാപിക്കരുത്, കമാ തഖഉൽ ബഹീമ, മൃഗങ്ങൾ പരസ്പരം പ്രാപിക്കുന്നത് പോലെ കേവലം ഒരു ലൈംഗികമായ ആസ്വാദനത്തിനുള്ള ഉപകരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കണ്ടുപോക. പിന്നെയോ വൽയകുൻ ബൈനകുമാ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിങ്ങൾക്കിടയിൽ പാരസ്പര്യത്തിന്റെ കണ്ണികൾ വേണമേ. നിങ്ങളെ പരസ്പരം കോർത്തിണക്കുന്ന റസൂൽ വേണം, പരസ്പരം കോർത്തിണക്കുന്ന മാധ്യമങ്ങൾ വേണം. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, വമർ റസൂലു യാ റസൂലല്ലാഹ്, എന്താണ് ഇണയും തുണയുമായി ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവുമായി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കിടയിലുള്ള പാലമേതാണ്, ഞങ്ങൾക്കിടയിലുള്ള മാധ്യമം ഏതാണെന്ന് ചോദിക്കുമ്പോ അതിന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി അൽ ഖുബ്ലത്തു വൽ കലാം, നിങ്ങൾ സ്നേഹമുള്ള ഇണകളാകുന്നതിന്റെ ഇടയിലുള്ള മാധ്യമം എന്ന് പറയുന്നത് അൽ ഖുബ്ലത്തു വൽ കലാം, നിങ്ങൾ പരസ്പരമുള്ള ചർച്ചകളാണ്, നിങ്ങൾ പരസ്പരമുള്ള സംസാരമാണ്. നിങ്ങൾ ഭാര്യമാരോട് നടത്തുന്ന സംസർഗത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കണേ. അൽ ഖുബ്ലത്തു വൽ കലാം, നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹപൂർണ്ണമുള്ള ആലിംഗനങ്ങളും ആശ്ലേഷണങ്ങളുമാണ്. ലൈംഗികതയല്ല, മറിച്ച് അതിന് നിങ്ങളെ പ്രേരിപ്പിക്കേണ്ടത് നിങ്ങളുടെ പരസ്പരമുള്ള സന്തോഷങ്ങളാണ്, ആ പങ്കുവെക്കലുകളാണ്. നിങ്ങൾ പരസ്പരം സംവദിക്കണേ, സംസാരിക്കണേ. ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർത്തു പോകുന്നത്, നമ്മുടെ നാട്ടിലെ സഹോദരിമാർ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനുള്ള കാരണം എന്താ? ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും വിള്ളലുകൾ കൊണ്ടുവരുന്നത് എന്താ? ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത് മൊബൈൽ ഫോണുകളാണ്. മൊബൈൽ ഫോണുകൾ ഏറ്റവും വലിയ വില്ലനാവുകയാണ്. എവിടെയാ വില്ലനാകുന്നത്? ഇന്നലെയും എനിക്കൊരു കത്ത് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ച കത്താണ്. ആ കത്തിൽ പറയുന്നത് സ്വന്തം ഭാര്യ മറ്റൊരാൾക്ക് ഫോൺ ചെയ്യുന്നുവെന്ന പരാതിയാണ്. ഓർത്തു നോക്കിയേ നിങ്ങൾ, ഫോൺ ചെയ്യാനുള്ള കാരണമോ അവൻ വെറുതെ ഒന്ന് മിസ്സടിച്ചതാണ്. ചിലർ അങ്ങനെയുണ്ട്, മിസ്ഡ് കോളിൽ വീണുപോകുന്നവർ. ഈ മിസ് കോൾ അടിച്ചപ്പോഴോ വെറുതെ ഒന്ന് മിസ് കോൾ അടിച്ചു, തിരിച്ചങ്ങോട്ടടിച്ചു, ആരാണെന്ന് ചോദിച്ചു. അപ്പുറത്തു നിന്ന് നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യം വന്നു. ഉടനെ ഇവിടുന്ന് മറുപടി വന്നു, ഞാൻ ഇന്നയാളാണ്, ഇന്ന പ്രദേശത്താണ്, ഭർത്താവ് വിദേശത്താണ്, ഞാൻ ഈ നാട്ടിലൊറ്റയ്ക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച വന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ആ പെൺകുട്ടി പറയാ, ഇത്രയും കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള ചിന്ത പോകുന്നില്ല. സ്വന്തം ഭർത്താവ് വിദേശത്തുണ്ട്,
മക്കളുള്ള പെണ്ണാണ്. എന്നിട്ട് പോലും എപ്പോഴോ തന്നോട് സംസാരിക്കാൻ തുടങ്ങിയ ഏതോ ഒരു പുരുഷനെ കുറിച്ചുള്ള ചിന്ത എന്റെ മനസ്സിൽ നിന്ന് പൊയ്പോകുന്നില്ലെന്നൊരു പെണ്ണ് പറയുന്നുവെങ്കിൽ സംസാരത്തിന് അവിടെയുള്ള പ്രാധാന്യം അതാണ്. ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്തേ മോളെ, നിന്റെ ഭർത്താവ് നിനക്കില്ലേ സ്വന്തമായിട്ട് സംവദിക്കാൻ? നിന്റെ കാര്യങ്ങള്, നിന്റെ പരിദേവനങ്ങള്, നിന്റെ പരിഭവങ്ങള് അത് മുഴുവനും പറയാൻ പറ്റുന്ന ഹലാലായ ഒരു പുരുഷൻ നിനക്കില്ലേ? എന്തേ അങ്ങോട്ട് പറയാത്തു എന്ന് ചോദിക്കുമ്പോ ആ പെൺകുട്ടിയുടെ മറുപടി, അത് കേൾക്കാൻ അദ്ദേഹത്തിന് ചെവിയില്ലല്ലോ, അത് കേൾക്കാൻ അദ്ദേഹത്തിന് ചെവിയില്ലല്ലോ. അറിഞ്ഞു വെക്കണേ പുരുഷന്മാരെ, സ്ത്രീകളിലെ മഹാഭൂരിപക്ഷവും ഓഡിറ്ററി വിഭാഗത്തിൽ പെടുന്നവരാണ്. മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്ന ഓഡിറ്ററി വിഭാഗത്തിലാണ് മഹാഭൂരിപക്ഷവും സ്ത്രീകളും വരുന്നത്. അവർക്ക് കേൾവി വളരെ പ്രധാനമാണ്, അവർക്ക് സംസാരം വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു, വൽ വസീലതു യാ റസൂലല്ലാഹ്, മൽ വസീലതു യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ തമ്മിലുള്ള വസീല എന്താണ്? ഞാനും എൻ്റെ ഇണയും തമ്മിലുള്ള, ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന കണ്ണിയായതാണെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അതിന് പറയുന്ന മറുപടി അൽ കലാം, നിങ്ങൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കലാ, മനസ്സ് തുറന്ന് സംസാരിക്കലാണ്. പാതിരാത്രിയിൽ ആ ബിസിനസ്സുകാരൻ വീട്ടിലേക്ക് വരുന്നത്. കോഴിക്കോട് ടൗണിലെ വലിയ ബിസിനസ്സുകാരനാണ്, ഒരുപാട് സമ്പത്തുള്ളയാളാണ്. സമ്പത്തൊക്കെയും വകഞ്ഞു മാറ്റി അതിന്റെ എണ്ണം കണക്കാക്കി നാളേക്കുള്ള ബിസിനസിനെ കുറിച്ച് തന്റെ സതീർത്ഥ്യർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് 10 മണിക്ക് ആ വീട്ടിലെത്തുന്നത്. 10:30 വരെയും കമ്പ്യൂട്ടറിൽ കണക്ക് ചെയ്ത് 11 മണിക്കൊന്ന് കുളിച്ച് കിടന്നുറങ്ങാൻ ചെല്ലുമ്പോ ഭാര്യ തന്റെ പരിദേവനം പറയാൻ തുടങ്ങുമ്പോ 2 ചെവിയിലും വിരലിട്ടുകൊണ്ട് ഇയാൾ പറയുന്നത് എന്താ? എനിക്കൊന്നുറങ്ങണം, എനിക്കൊന്നുറങ്ങണം. നിങ്ങളുടെ ഭാര്യ മിസ്ഡ് കോള് പ്രണയത്തിൽ പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞവരോട് സംസാരിക്കണേ. ഒരു പെണ്ണിനോട് നിങ്ങൾക്കുള്ള ബന്ധം അവളോടുള്ള സംസാരമാണ്. അവൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഉത്തമ സുഹൃത്തായിട്ട് നീ മാറിയില്ലേ? അതിന് പറ്റുന്ന സൗഹൃദം അവര് വേറെ തേടിയാൽ അവരെ കുറ്റം പറയരുതേ. അതുകൊണ്ടാ അള്ളാന്റെ റസൂല് പറഞ്ഞത് വമൽ വസീലത്തു യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമിണക്കി ചേർക്കുന്ന കണ്ണി എന്ന് ചോദിച്ചപ്പോ അൽ കലാം, അത് സംസാരമാണ്, മനസ്സു തുറന്ന സംസാരമാണ്. അതിനവസരം കണ്ടെത്തണേ. അള്ളാന്റെ റസൂൽ അങ്ങനെയല്ലേ ജീവിതം പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂല് പറയുകയാ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പലപ്പോഴും സംസാരിച്ച് നടക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോ ഒരു കുസൃതി എന്നോണം ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാ, ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു, ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. എങ്ങനെയാ അവസരം കിട്ടിയതെന്നോ? അള്ളാഹുവിന്റെ റസൂൽ സാധാരണ വിദേശത്തേക്ക് പോകുമ്പോ, അന്യനാടുകളിലേക്ക് പോകുമ്പോ ഭാര്യമാരായ ഞങ്ങൾക്കിടയിൽ നറുക്കിടും. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചവനെ ഇത്തവണ നറുക്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എന്തേ കാരണം? എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് തുറന്നു പറഞ്ഞ് ഭർത്താവ് എന്ന നിലക്ക് സല്ലപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരമല്ലേ? അങ്ങനെ ആ തവണ എനിക്കാണ് നറുക്ക് കിട്ടിയത്. ഞാനും അള്ളാഹുവിന്റെ റസൂലും കൂടെ യാത്ര തുടർന്നു. ഞങ്ങൾ സംസാരിച്ച് നടക്കുകയാ. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോ കൂട്ടുകാരായ സ്വഹാബ ഒരുപാട് മുമ്പിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലും പത്നിയുമല്ലേ. ഞങ്ങളുടെ സംസാരത്തിന് ഇടയിൽ പ്രശ്നമാക്കണ്ടെന്ന് കരുതി സ്വഹാബത്ത് വേഗം നടക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇണയും തുണയുമായി നടന്നപ്പോ അവരിൽ നിന്ന് ഒരുപാട് അകലെയായി. ആ സമയത്ത് ആയിഷ ബി പറയാ, അള്ളാഹുവിന്റെ റസൂൽ ഉടനെ എന്നോട് ചോദിച്ചു, ആയിഷ നമുക്കൊരു മത്സരം നടത്തിയാലോ? നമുക്ക് നിങ്ങൾ അവസരം റസൂലുള്ള മുതലെടുക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഓട്ട മത്സരം നടത്താൻ വേണ്ടിയിട്ട് ടൂർണമെന്റിന് പോയതല്ല. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയെയും കൊണ്ട് ഒളിമ്പിക്സിന് പോയതല്ല. പിന്നെയോ ഭാര്യാഭർത്തൃ ജീവിതത്തിനിടയ്ക്ക് ലഭ്യമാകുന്ന അവസരം, വീണ് കിട്ടിയ അവസരങ്ങൾ പരമാവധി മുതലെടുക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ ആയിഷാനോട് ചോദിച്ചു, ആയിഷ നമുക്കൊരോട്ട മത്സരം നടത്തിയാലോ? എന്തേ കാരണം? എന്തായാലും സ്വഹാബത്തിന്റെ കൂടെ എത്തണം, ഓടിയേ മതിയാകൂ. അത് ജീവിതത്തിലെ മധുരമുള്ള അനുഭവമാക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞു, നബിയെ ഞാൻ റെഡിയാ, ഐ ആം റെഡി, ഞാൻ റെഡിയാണ്. ഉടനെ റസൂലുള്ളാഹി തങ്ങൾ ഓടാൻ തുടങ്ങി. ആയിഷ ബീവി കൂടെ ഓടി. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടി മുന്നിലെത്തി. സ്വഹാബത്തിന്റെ സമീപത്താനായി തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ള പിന്നിലാണ്.
റസൂലുള്ളാഹി കതച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ വിജയിച്ചിരിക്കുന്നു, എനിക്ക് ആ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് സമ്മാനം വേണം. മത്സരത്തിൽ ഞാൻ ആ ഫസ്റ്റ് വാങ്ങിയിരിക്കുന്നത് സമ്മാനം വേണം. അള്ളാന്റെ റസൂല് പുഞ്ചിരി സമ്മാനമായി കൊടുത്ത് ആയിഷാന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, മോളെ, നീ തന്നെയാ ഒന്നാമത്തത്, അല്ലെങ്കിലും നീ ഓട്ടക്കാരിയല്ലേ. പ്രശംസ ചൊരിഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ഓട്ടമത്സരം നടത്തിയത് അങ്ങനെയാ. കിട്ടിയ അവസരം ഭാര്യയോടൊത്ത് സന്തോഷിക്കുകയാ, സംസാരിക്കുവാനും സംവദിക്കുവാനും സല്ലപിക്കുവാനും അവസരം കണ്ടെത്തുകയാ. പിന്നീട് ഒരിക്കൽ ആയിഷ ബീവി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരോട്ട മത്സരം നടത്തിയ കഥ പറയുന്നുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ പിന്നെയും ഓടിയപ്പോൾ ഞാൻ ഒരുപാട് തടിച്ചു പോയിരുന്നു. അള്ളാന്റെ റസൂല് മുൻപിലെത്തിയപ്പോഴോ അള്ളാന്റെ റസൂല് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് നീ എന്നെ പുറന്തള്ളിയില്ലേ, അന്ന് നീ എന്നെ പിന്നിലാക്കിയില്ലേ, അതിനുള്ള മധുര പരിഹാരമാണ്, മധുര പ്രതികാരമാണ് ഞാൻ ഇന്ന് തീർത്തത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നബിയെ, അന്ന് ഓടിയപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന പ്രഥമ സമയമല്ലേ, അന്ന് ഞാൻ തടി കുറെ കുറവാണ്, നിങ്ങളോടൊത്തുള്ള സന്തോഷത്തിലുള്ള ജീവിതത്തിൽ ഞാൻ ഇന്ന് തടിച്ചു കൊഴുത്തില്ലേ നബിയെ, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഓടാൻ എനിക്ക് കഴിയുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മത്സരത്തിൽ വിജയിച്ചിട്ട് സമനിലീകരിക്കുകയാണ്. ഈ സമനിലയും കൊണ്ട് അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത്. അള്ളാന്റെ റസൂലിന്റെ ജീവിതം എടുത്താൽ, ഓ യുവാക്കളെ, നമുക്ക് എത്ര അവസരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇണകളെ നമ്മൾ സ്നേഹിച്ചേ മതിയാകൂ, ഇണകളോട് സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറിയേ മതിയാകൂ. അങ്ങനെ ഇണകളോടൊത്ത് സ്നേഹത്തോടു കൂടെ പെരുമാറുമ്പോഴോ, അവിടെ സ്നേഹവും സന്തോഷവും ഉണ്ടാകുമ്പോഴോ കൃത്യമായിട്ടുള്ള സന്തോഷം അതിലൂടെ നമുക്ക് ലഭിക്കുകയാ. ആ സന്തോഷമോ അത് നമ്മളെ സ്വർഗീയ ലോകത്തേക്ക് ആനയിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തമില്ലെന്നോ, അവരെ നിങ്ങളോട് പെരുമാറേണ്ടതിനെ കുറിച്ച് ഞാൻ മറന്നുപോകുന്നോ ഇല്ല. ഇൻഷാ അള്ളാഹ് ഞാൻ അങ്ങോട്ട് കടന്നു വരികയാ. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അള്ളാഹ്. എന്റെ പ്രിയമുള്ളവരെ, പുരുഷന്മാരെ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാ? ഇന്ന് പലരും ജീവിതം തള്ളി നീക്കുകയാണ്, ജീവിതം അങ്ങ് തള്ളി നീക്കുകയാണ്. ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എത്ര കൊതിക്കുന്നു നമ്മൾ. പക്ഷേ ഇതുപോലെയുള്ള സന്തോഷങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴും എന്തിനാ നമ്മളതെന്തിനാ പാഴാക്കി കളയുന്നത്? മറ്റു പലതിൻ്റെയും പേരിൽ അത് നമ്മൾ പാഴാക്കേണ്ടതില്ല. മറിച്ച് സ്നേഹിച്ച് ജീവിക്കണം, നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം. നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അത് അള്ളാഹു തടഞ്ഞു വെക്കുന്നില്ല. അള്ളാഹു നമ്മുടെ ജീവിതം ആസ്വദിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞില്ല. പക്ഷേ ആ ആസ്വാദനം നമുക്ക് സ്വർഗം നേടിത്തരുന്ന രീതിശാസ്ത്രത്തിലാവണേ. ആ ആസ്വാദനം ഒന്നിച്ച് സിനിമയ്ക്ക് പോയിക്കൊണ്ടല്ല, ആ ആസ്വാദനം ഒന്നിച്ച് സർക്കസിന് ടിക്കറ്റ് എടുത്തുകൊണ്ടല്ല, ആ ആസ്വാദനം ഒന്നിച്ച് ഹറാമായ രൂപത്തിൽ പിക്നിക്കിന് പോയിക്കൊണ്ടല്ല. മറിച്ച് ഒരു ഭർത്താവ് എന്ന നിലക്ക് നിങ്ങൾ അവളെ കൂടെ കൂട്ടിയിട്ട് ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതൊരിക്കലും ഇസ്ലാമികമായ ജീവിതത്തിനെതിരല്ല. അവിടെ കൃത്യമായ കടിഞ്ഞാണുകൾ അല്ലാഹു നൽകുന്നുണ്ടെന്നേ ഉള്ളൂ. സന്തോഷിക്കരുതെന്നോ സ്നേഹിക്കരുതെന്നോ ഉല്ലസിക്കരുതെന്നോ വിശുദ്ധ ഇസ്ലാമിനില്ല. പക്ഷേ അതിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് പോയിട്ട് അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുതേ. ഇന്ന് നമ്മളോ ജീവിക്കുന്ന പലരും സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ടൂർ പോകുമ്പോ മൈസൂരിലും ബാംഗ്ലൂരിലും പോയിട്ട് സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പങ്കുവെക്കുന്ന എത്ര പേരുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ കുടുംബത്തെ കാക്കുമാറാവട്ടെ. ഈ കോഴിക്കോട് ജില്ലക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ബംഗളൂരിൽ വെച്ച് ഇതുപോലെ പങ്കുവെക്കന് വേണ്ടി തീരുമാനിച്ചതിന്റെ പേരിൽ സ്വന്തം ഭാര്യ വിളിച്ചുകൊണ്ട് വീട്ടിൽ പറഞ്ഞിട്ട് അർദ്ധരാത്രിയിൽ ഭാര്യയുടെ വീട്ടുകാർ വന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയ കഥ എനിക്കറിയാം. എന്തേ? സൗഹൃദത്തിന്റെ പേരില്, കൂട്ടുകാരുടെ പേരില് എല്ലാം പങ്കുവെക്കാമെന്ന ചിന്തയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂടിക്കാഴ്ച നടത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം വേഴ്ച നടക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഇല്ല, അതിനെന്നെ കിട്ടുകയില്ല. നിങ്ങളുടെ ഭാര്യയായി എത്ര കാലവും ഞാൻ ജീവിക്കാം, പക്ഷെ അവരെന്റെ മുമ്പിൽ എനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന ചെറുപ്പക്കാരികളില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇസ്ലാമിന് ആസ്വാദനം അന്യമല്ല, പക്ഷേ അത് അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് കടന്നുപോയിക്കൂടാ. എന്നാൽ ഇവിടെ ഭർത്താവ് മാത്രം വിചാരിച്ചാൽ ഒരു കുടുംബത്തിൽ സന്തോഷം വരില്ല. ആ കുടുംബത്തിന്റെ നിറദീപമാകേണ്ടത്, കെടാവിളക്കാകേണ്ടത് കൃത്യമായും ഒരു പെണ്ണാണ്. അതുകൊണ്ടാ പുരുഷന്മാരെ നമ്മോട് അല്ലാഹു പറഞ്ഞത്,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, ഓ പുരുഷന്മാരെ, അദ്ദുനിയാ കുല്ലുഹാ മതാ, ലോകം മുഴുവനും, ഈ ലോകത്തുള്ളത് മുഴുവനും നല്ല വസ്തുക്കളാണ്, അഴകുള്ള വസ്തുക്കളാണ്, ചരക്കുകളാണ്. വഖൈറു മതാഇദ് ദുനിയാ, ദുനിയാവിലെ ഏറ്റവും നല്ല വസ്തുവേതാണ്, ഏറ്റവും അമൂല്യമായ വസ്തുവേതാണ്, ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവേതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്, അൽ മർഅതു സ്വാലിഹാ, ഒരു പുരുഷന് ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്നത് ഏറ്റവും മോടി കൂടിയ വസ്ത്രങ്ങളല്ല, എത്രയോ വിലപിടിപ്പുള്ള കാറുകളല്ല, എത്രയോ ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകളല്ല. ഒരു പുരുഷന് ഈ ഭൂമി ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട വസ്തു, ഏറ്റവും വിലയേറിയ വസ്തു അൽ മർഅതു സ്വാലിഹാ, ഒരു മുത്തായ പെണ്ണാണ് അവന്റെ സ്വത്തായി വരുന്നതെങ്കിൽ, ഒരു നല്ല പെണ്ണാണ് അവന്റെ കുടുംബത്തിലേക്ക് കയറി വരുന്നതെങ്കിൽ, അള്ളാഹുവിനെ ഭയമുള്ള, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണ് അവന്റെ കുടുംബത്തിലേക്ക് കുടുംബിനിയായി കടന്നു വരുന്നതെങ്കിൽ, ദാലിക ഖൈറു മതാഇദ് ദുനിയാ, അത് ദുനിയാവിലെ ഏറ്റവും ഉത്തമമായ വസ്തുവാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ. എങ്ങനെയാ ഈ പെണ്ണൊരു ഭർത്താവിന് മുത്താവേണ്ടത്? എങ്ങനെയാ ഒരു പെണ്ണ് ഈ ഭർത്താവിന് സ്വത്താകേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹുമിന് കൈമാറി കൊടുത്തു. സഹാബിയത്തായ വനിതകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഇശല് പഠിപ്പിച്ചു കൊടുത്തു. സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെയാ നീ പെരുമാറേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പുന്നാരമോള് ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹാ, ആ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ തന്റെ പ്രതിശ്രുത വരനായ അലിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാനിരിക്കുന്ന രാത്രിയിൽ ഫാത്തിമത്തു സുഹ്റയെ വിളിച്ചുകൊണ്ട്, ഓ സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, നീ നിന്റെ പുന്നാര ഭർത്താവിന്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോ അവനെ കൊണ്ട് സ്വർഗം വാങ്ങിക്കാൻ നിനക്ക് കഴിയണേ മോളെ, അവനിൽ നിന്ന് സ്വർഗം നേടാൻ നിനക്ക് കഴിയണേ മോളെ, അവനോടുള്ള പെരുമാറ്റം കൊണ്ടാ നിനക്ക് സ്വർഗം ലഭിക്കുന്നത്. നീ അലിയോട് പെരുമാറുന്ന പെരുമാറ്റം അത് നിനക്ക് സ്വർഗം വാങ്ങിത്തരും മോളെ. നീ അലിയോട് പെരുമാറുന്ന പെരുമാറ്റം നിനക്ക് നരകം വാങ്ങിത്തരാനും മതിയാകുന്നതാണ് മോളെ. അതുകൊണ്ട് നല്ല നിലയിൽ അവനോട് വർത്തിക്കണമെന്ന് സ്വന്തം പിതാവ് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമത്തു സുഹ്റാക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാ. ലോക ചരിത്രത്തിൽ എത്രയെത്ര നാരീരത്നങ്ങളെ നമുക്ക് കാണാം. താബിഉകളിൽ പ്രമുഖനായ അസ്മാ ഇബ്നു ഖാരിജത്തുൽ ഖസാരി റഹിമഹുല്ലാ അവിടുത്തെ പുന്നാരമോളോട് ഉപദേശിക്കുകയാണ്, ഇബ്നതഹു ലൈലത സഫാഫിഹാ, നാളെ എന്റെ പുന്നാരമോള് ഭർത്താവിന്റെ മണിയറയിലേക്ക് കടന്നു ചെല്ലുകയാ. ഭർത്താവിന്റെ മണിയറയിലേക്ക്, തന്റെ പ്രിയതമന്റെ മണിയറയിലേക്ക് തന്റെ പുന്നാരമോള് കടന്നു ചെല്ലാനിരിക്കുന്ന ആദ്യ രാത്രിയില് ലൈലത സഫാഫിഹാ, ഭർത്താവിന്റെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഭാര്യയുടെ ആദ്യ രാത്രിയിൽ തന്റെ മകള് ഭർത്താവിന്റെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ മുമ്പ് തന്റെ മകളെ വിളിച്ചുകൊണ്ട് അസ്മാ ഇബ്നു ഖാരിജത്തുൽ ഖസാരി റഹിമഹുല്ലാ ഉപദേശിക്കുകയാ. എന്താ പറയുന്നതെന്നോ? ഉമ്മമാരെ, ഈ ഒരൊറ്റ ഹദീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാ, ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. യാ ബുനയ്യ, ഓ കുഞ്ഞുമോളെ, ഓ എന്റെ കരളിന്റെ കഷ്ണമേ, എന്റെ തങ്കക്കുടമേ, നീ നിന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോകും നിന്റെ ഉമ്മയായിരുന്നു, നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരാൻ ഏറ്റവും ഉത്തമയായിരുന്നത്. ഒരു പെൺകുട്ടിക്ക് കുടുംബജീവിതത്തിന്റെ ABCD പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, ഭർത്താവിന്റെ കുടുംബത്തോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, അവിടെയുള്ള രീതിശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ ഒരു മോക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഉത്തമം സ്വന്തം പുന്നാര ഉമ്മയാണ്. മഹാനവറുകൾ പറയുകയാണ്, ഖദ് കാനത് വാലിദതുകി അഹഗ്ഗു ബിതഅദീബികി മിന്നി, എന്നെക്കാളേറെ ഇക്കാര്യങ്ങൾ നിന്നെ ഉണർത്തിച്ചു തരേണ്ടത് നിന്റെ പുന്നാര ഉമ്മയായിരുന്നു. പക്ഷേ ലൗ കാനത് ബാഖിയ, അവൾ ശേഷിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് നിന്റെ പുന്നാര ഉമ്മയില്ലല്ലോ എന്റെ മോളെ. ഉമ്മ നേരത്തെ നിന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞല്ലോ. അതുകൊണ്ട് ആ ഉമ്മാടെ റോള് കൂടി ഉപ്പയാകുന്ന ഞാൻ വഹിക്കുകയാണ്. അതുകൊണ്ട് ആ മോളോട് ഞാൻ തന്നെ ഇത് പറയേണ്ടി വന്നത്. എന്താ മോളോട് പറഞ്ഞു കൊടുക്കുന്നത്?
പറയുന്നതെന്നോ? ഇന്നകി ഖദ് ഖറജ്തി മിനൽ അശ്ശില്ലദീ ഫീ. മോളെ, നീ നിന്റെ കളിക്കുട്ടിപ്രായം തീരുകയാണ്. നിന്റെ കളിക്കുട്ടിപ്രായം തീരുകയാണ്. നിന്റെ കല്യാണ രാത്രി കടന്നു വരികയാണ്. മിനൽ അശ്ശില്ലദീ ഫീ. ഇതുവരെയുള്ള നിന്റെ ജീവിതം, നിന്റെ കളിപ്രായം അത് അവസാനിക്കുകയാണ്. വസുർതി ഇലാ ഫിറാശിൽ ലാ തഅരിഫീ. നിനക്കറിയാത്ത ഒരിടത്തേക്ക് നീ കടന്നു ചെല്ലുകയാ. നിനക്കറിയാത്ത ഒരു വിരിപ്പിലേക്ക്, നിനക്ക് പരിചയമില്ലാത്ത ഒരുവന്റെ കൈകളിലേക്ക് നീ സമർപ്പിക്കപ്പെടുകയാണ് മോളെ. ഒരു ഭർത്താവിന്റെ സവിധത്തിലേക്ക്, അവന്റെ കുടുംബത്തിലേക്ക് നീ പറിച്ചു നടപ്പെടുകയാണ് മോളെ. അതുകൊണ്ട് എന്റെ പൊന്നാര മോളോട് ഒരേ ഒരു ഉപദേശം ഞാൻ നൽകുകയാ. കൂനീ അല്ലാ തകൂനു ലകി സമാ. അസ്മാ ഇബ്നുൽ ഖാരിജ റളിയല്ലാഹു അൻഹു മഹാനവർകൾ മോളോട് പറയുകയാ, കൂനീ ലഹു അർളാ. മോളെ, വിവാഹം കഴിച്ച നിന്റെ പ്രിയപ്പെട്ട പുരുഷന്റെ അടുക്കലേക്ക് നീ ചെല്ലുമ്പോ, നിന്റെ ഇക്കാടടുക്കലേക്ക് നീ ചെല്ലുമ്പോ, ആ ഇക്കാടടുക്കൽ നീ പെരുമാറേണ്ടത് എങ്ങനെയാ? കൂനീ ലഹു അർളാ. നീ അവന്റെ മുമ്പിൽ ഒരു ഭൂമിയായി കൊടുക്കണം മോളെ. എന്തു തന്നെ കിട്ടിയാലും, എത്ര തന്നെ പ്രയാസപ്പെട്ടാലും, ഏതും സ്വീകരിക്കുന്ന സർവം സഹയായ ഭൂമിയായിട്ട് നിന്റെ ഭർത്താവ് മുമ്പിൽ നീ അങ്ങ് മാറണേ. എത്ര തന്നെ പേമാരി വർഷിച്ചാലും, എത്ര തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വന്നാലും, ഏതൊക്കെ വസ്തുക്കൾ താഴെ വീണാലും ഭൂമി മാതാവ് നിന്റെ മാറിടത്തിൽ അത് ഏറ്റുവാങ്ങുന്നത് പോലെ മോളെ, നിന്റെ ഭർത്താവ് നിനക്ക് സന്തോഷം തന്നേക്കും. അവന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നേക്കും, അവന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നേക്കും, അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നേക്കും. സന്തോഷവും സുഖവും അതുപോലെ സഹതാപവും സന്താപവും ഒക്കെ മാറി മാറി ജീവിതത്തിന്റെ മേഖലകളാണ് മോളെ. അത് മുഴുവനും അവന്റെ ജീവിതത്തിൽ വരുമ്പോ അത് മുഴുവനും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഭൂമിയായിട്ട് മാറാൻ നിനക്ക് കഴിയണേ. കൂനീ ലഹു അർളാ. അവന് നീ എല്ലാം സഹിക്കുന്ന ഭൂമിയാകണേ. അങ്ങനെ വന്നാലോ തകൂനു ലകി സമാ. അവൻ നിന്റെ മുമ്പിൽ ആകാശമാകുമേ. നിനക്ക് മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന, നിനക്ക് മേൽ സർവ്വവിധ അനുഗ്രഹങ്ങളും എത്തിച്ചു തരുന്ന, നിന്റെ സന്തോഷങ്ങൾക്ക് കൂടെ നിൽക്കുന്ന, നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരാകാശമായി, നിന്റെ മുകളിൽ ഒരു കവചമായിട്ട്, നിന്റെ സംരക്ഷകനായിട്ട് അവൻ നിൽക്കുമ്പോളെ എത്ര സുന്ദരമായ ആശയമാ പറഞ്ഞു കൊടുക്കുന്നത്. കൂനീ ലഹു അർളാ. നീ അവനൊരു ഭൂമിയായി കൊടുക്ക. യകൂനു ലകി സമാ. എന്നാൽ അവൻ നിനക്കൊരാകാശമാകും മോളെ. ആകാശഗംഗയുടെ സുരഭിലമായ അന്തരീക്ഷത്തെ നിനക്ക് ആസ്വദിക്കാൻ കഴിയും മോളെ. വകൂനീ ലഹു മിഹാദാ. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? വകൂനീ ലഹു മിഹാദാ. നീ അവന്റെ മുമ്പിൽ ഒരു മിഹാദായി കൊടുക്കണേ. എന്താ മിഹാദ് എന്ന് പറഞ്ഞാൽ? അവന്റെ മുമ്പിൽ നീ നല്ലൊരു മടിത്തട്ടായി കൊടുക്കണേ. അവന് പ്രയാസങ്ങൾ വരും, അവന് ദുഃഖങ്ങൾ വരും. അതൊക്കെ വരുന്ന സമയത്ത് എല്ലാം എന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ പങ്കുവെച്ചാൽ തീരാൻ കഴിയാത്ത ഒരു സങ്കടങ്ങൾ അവനുണ്ടാകാൻ പാടില്ല. ലഹു മിഹാദാ. നീ അവന്റെ മുമ്പിൽ നല്ല ഒരു മടിത്തട്ടായി കൊടുക്കണേ. ഓർത്തു നോക്കിയേ സഹോദരങ്ങളെ, എത്രമേൽ അർത്ഥവത്താണ് ഈ വാക്കുകള്. നമ്മൾ ഓർത്തു പോവുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വാർഹിറയിൽ കടന്നു ചെല്ലുന്ന സമയം, വാർഹിറയിലേക്ക് കടന്നു ചെന്ന 40 വയസ്സിന്റെ പക്വതയിൽ പോലും അള്ളാന്റെ റസൂല് സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലുള്ള വാർഹിറയിലേക്ക്, പ്രകാശപർവ്വതത്തിന്റെ ഉച്ചിയിലുള്ള വാർഹിറയിലേക്ക്, ഹിറാ ഗുഹയിലേക്ക് കടന്നു ചെന്ന് ധ്യാനനിരതനാവുകയാണ്. ധ്യാനനിരതനാകുന്ന സമയത്ത് നിങ്ങൾ ഓർത്തുവോ, 2000 അടി ഉയരത്തിലാണ് ആ പർവ്വതമുള്ളത്. ആ പർവ്വതത്തിന്റെ ഏറ്റവും ഉന്നതിയിലാണ് ഹിറാ ഗുഹയുള്ളത്. ആ ഹിറാ ഗുഹയിൽ 40 വയസ്സുള്ള അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ, അള്ളാന്റെ റസൂൽ അവിടെ ധ്യാനനിരതനായിട്ടിരിക്കുമ്പോ, 40 വയസ്സ് റസൂലുള്ളാഹി തങ്ങൾക്കുള്ളപ്പോ 55 വയസ്സ് പ്രായമുണ്ട് ഖദീജത്തുൽ കുബ്ര തങ്ങൾക്ക്. ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിലുള്ള അപ്പവുമായിട്ട്, അല്ലാഹുവിന്റെ റസൂലിലുള്ള ഭക്ഷണവുമായിട്ട് എത്ര തവണയാ ആ 2000 അടി ഉയരമുള്ള പർവ്വതത്തിലേക്ക് കയറി ചെന്നത്. എന്റെ സഹോദരി ആയിഷ ഖദീജത്തുൽ കുബ്രയിൽ നിങ്ങൾക്ക് മാതൃകയില്ലേ? നാളെ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ എന്റെ കൂടെയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഖദീജത്തുൽ കുബ്ര
എന്തുകൊണ്ടേ അള്ളാന്റെ റസൂല് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും പിന്നീട് പറയുകയുണ്ടായി, അള്ളാന്റെ റസൂല് ഖദീജയെ കുറിച്ച് പറഞ്ഞ് അവസാനം ഞങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി, ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമാകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു പോയി എന്റെ ഹബീബിനോട്, ആയിഷയല്ല ഖദീജയല്ലാത്ത മറ്റൊരു പെണ്ണിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാനില്ലേ? ആ സമയത്തും റസൂലുള്ള നിർത്തുന്നില്ല. റസൂലുള്ള പിന്നെയും പറയുകയാണ്, ഞാൻ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു ചെല്ലുമ്പോ എന്നെ സാന്ത്വനപ്പെടുത്തിയത് എന്റെ പ്രിയതമയായ ഖദീജയാണ്. എനിക്ക് മക്കളെ തന്നത് അവളാണ്, എനിക്ക് വേണ്ടി സ്വത്ത് ചെലവഴിച്ചത് അവളാണ്, അവളുടെ ജീവിതത്തിന്റെ മുഴുവൻ സന്തോഷങ്ങളും എനിക്ക് വേണ്ടി മാറ്റിവെച്ചത് അവളാ. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അവളോളം മാതൃകയായ ഒരു പെണ്ണ് ലോകത്തില്ല. ആ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി തങ്ങൾ ധ്യാനനിരതനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് വഹയി നൽകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഭാരം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞു പോയി. അവിടുത്തെ ജീവിതത്തിലേക്ക് ഫീവർ പിടിപെട്ടു, പനി പിടിപെട്ടു. അങ്ങനെ പനി പിടിപെട്ടുകൊണ്ട് സന്തോഷമില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഈ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്ന റസൂൽ ഖദീജയുടെ അടുക്കൽ ചെല്ലുമ്പോ പറയുന്നത്, സമ്മിലൂനി ഖദീജ, ഓ ഖദീജ എനിക്ക് പുതപ്പിട്ടു തരണേ ഖദീജ, എനിക്ക് വിറക്കുന്നുണ്ട് ഖദീജ, എനിക്ക് പനിക്കുന്നുണ്ട് ഖദീജ. ആ സമയത്ത് എന്റെ ഉമ്മമാരെ, എന്റെ പൊന്ന സഹോദരിമാരെ, ഖദീജത്തുൽ കുബ്രാ പ്രതികരിച്ചത് നമ്മൾ പ്രതികരിക്കും പോലെയല്ല. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, 10-40 വയസ്സ് പ്രായമുള്ളപ്പോ അമ്മലയിൽ ഒറ്റയ്ക്കിരിക്കണ്ട എന്ന് പറഞ്ഞില്ലേ, കേൾക്കാതെ പോയത് കൊണ്ടല്ലേ. അങ്ങനെ ഉണ്ടാകും, പറഞ്ഞാ കേൾക്കണ്ടേ എന്ന് പറഞ്ഞു പരിഹസിച്ചില്ല, ആക്ഷേപിച്ചില്ല. മറിച്ച് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ പറയുകയാ, എന്റെ ഹബീബ് എന്റെ അടുക്കലേക്ക് വന്നപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് ചൂടുള്ള കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തു, നല്ല ചൂടുള്ള കാപ്പി ഉണ്ടാക്കി കൊടുത്തു ഞാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് വലിയ കമ്പിളി പുതപ്പ് കൊണ്ട് പുതപ്പിട്ട് മൂടിക്കൊടുത്തു ഞാൻ. എന്നിട്ടും ആ പുതപ്പിന്റെ ഉള്ളിൽ കിടന്ന് നട്ടുച്ച നേരത്ത് വിറച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ എന്റെ മാറിടത്തിന്റെ ചൂട് പകർന്നു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവൾ എന്റെ നെഞ്ചത്തു കയറി എന്നെ ഇറുപൂണ്ടടക്കം പിടിച്ചുകൊണ്ട് അവരുടെ മാറിടത്തിന്റെ ചൂടെനിക്ക് പകർന്നു തന്നുകൊണ്ട് എന്റെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് എന്താ? ഓ നബിയേ, ഓ പ്രിയതമനെ, ലാ തഖഫ് വലാ തഹ്സന, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പ്രിയനെ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല പ്രിയനെ. ലാ യുഹ്സീകല്ലാഹു അബദാ, നബിയേ ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തൂല്ല, ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല നബിയെ. അങ്ങ് കുടുംബബന്ധം ചേർത്തവരല്ലേ, അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ, അങ്ങ് അശരണർക്ക് ശരണം കൊടുക്കുന്നവരല്ലേ, അതുകൊണ്ട് അങ്ങയെ അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല. ഇത് പറഞ്ഞു കൊടുത്തതാരാ? ചെയ്തിരിക്കുന്ന നന്മകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട്, ചെയ്തിരിക്കുന്ന നന്മകൾ, ജീവിതകാലത്തെ സന്തോഷങ്ങൾ ഓരോന്നെടുത്തു പറഞ്ഞുകൊണ്ട് മനസ്സിന് ചൂട് പകർന്നു കൊടുത്തു, ശരീരത്തിന് മാറിടത്തിൽ നിന്ന് ചൂട് പകർന്നു കൊടുത്തു ആ ഖദീജ. അബൂ അബ്ദുല്ലാഹ് അസ്മാ ഇബ്നുൽ ഖാരിജത്തുൽ ഗസാരി തങ്ങൾ പറയുകയാണ്, ഖുനീ ലഹു മിഹാദാ, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഒരു മടിത്തട്ടായി കൊടുക്കുമോളെ, ഒരു നല്ല മടിത്തട്ടായി കൊടുക്കുമോളെ. അങ്ങനെ സംഭവിച്ചാലോ ഫയകൂനു ലക ഇമാദാ, നിന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, നിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും, നിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം പറയാൻ പറ്റുന്ന, എല്ലാം പറഞ്ഞുകൊണ്ട് നിനക്ക് ചാരിക്കടക്കാൻ പറ്റുന്ന ഒരു നല്ല ചാരുപടിയായിട്ട് അവൻ മാറും മോളെ. അവന്റെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള മടിത്തട്ടായി നീ മാറിയാൽ നിന്റെ സന്താപങ്ങളൊക്കെയും പറഞ്ഞു ചാരാനുള്ള ഒരു ചാരുപടിയായിട്ട് അവൻ മാറും മോളെ. എന്നിട്ട് പിന്നെയും പറയുകയാ, ഫകൂനീ ലഹു അമാ, നീ അവന്റെ മുമ്പിൽ ഒരടിമയാകണേ, അവനെ അനുസരിക്കുന്ന, അവന്റെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന, അവന്റെ ദുഃഖങ്ങളിൽ സങ്കടപ്പെടുന്ന, അവനോടുകൂടെ ദുഃഖത്തിലും സുഖത്തിലുമൊക്കെ പങ്കാളിയാകുന്ന ഒരടിമയായിട്ട് നിനക്കാൻ കഴിഞ്ഞാലോ യകൂനു ലകി അബ്ദാ, യകൂനു ലകി അബ്ദാ, അവൻ നിന്റെ മുമ്പിലും അങ്ങനെയാകും. നീ അവന്റെ സന്തോഷത്തിനനുസരിച്ച് നിന്നാൽ, അവന്റെ സന്തോഷത്തിലാ നിന്റെ സന്തോഷം എന്ന് വന്നാൽ, നിന്നെ സന്തോഷിപ്പിക്കുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തുമേ.
ഭാര്യ നിൽക്കുന്നത് ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടിയാകുമ്പോ ഏതൊരു ഭർത്താവിന് ആ ഭാര്യയുടെ സന്തോഷത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുക? നിങ്ങളുടെ ഇഷ്ടത്തിന് അവര് നിന്നാൽ അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾ തുള്ളും കേട്ടോ. അതുകൊണ്ടാ ഉമ്മമാരെ മഹാന് പറയുന്നത്, കുനീ ലഹു അമാ, നീ അവരുടെ മുമ്പിൽ അനുസരണയുള്ള ഒരടിമയാകണേ. എന്നാൽ യകൂനു ലക്കി അബ്ദാ, നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന, നിന്റെ സന്തോഷത്തിൽ നിന്റെ സുഖത്തിൽ സന്തോഷിക്കുന്നവനായിട്ടവൻ മാറുമേ. എന്നിട്ട് അവസാനം അവിടുന്ന് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മോളെ, അവസാനമായിട്ട് ഈ ഉപ്പാക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. വഹ്ഫളി അംഫഹു വഹ്ഫളി സമഅഹു വഹ്ഫളി ഐനഹു വഹ്ഫളി അംഫഹു, നീ അവന്റെ മൂക്കിനെ സൂക്ഷിക്കണേ. ഈ സഹോദരിയോട് പറയുകയാണ്, ഓ മോളെ, നിന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ നീ അവന്റെ മൂക്ക് കാത്തു സൂക്ഷിക്കണേ. വഹ്ഫളി സമഅഹു, അവന്റെ കർണപുടത്തെ നീ കാത്തു സൂക്ഷിക്കണേ. വഹ്ഫളി ഐനഹു, അവന്റെ ദൃഷ്ടിയെയും നീ കാത്തു സൂക്ഷിക്കണേ. അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ മൂക്കും നീ കാത്തു സൂക്ഷിക്കണേ. ഈ ഹദീസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയതമയോട് ചോദിച്ചു, മോളെ നിനക്ക് മനസ്സിലായോ എന്താണിപ്പാ പറഞ്ഞേ? നമ്മളെ സ്വന്തം പ്രിയതമയോട് ചോദിച്ചു, എന്താണിപ്പാ പറഞ്ഞേ, നിനക്ക് മനസ്സിലായോ? അവൾ എന്നോട് പറഞ്ഞു, പുതിയാപ്പളന്റെ മൂക്ക് സൂക്ഷിക്കുക, പുതിയാപ്പളന്റെ കണ്ണ് സൂക്ഷിക്കുക, പുതിയാപ്പളന്റെ ചെവി സൂക്ഷിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ എന്താ ഇതെന്തിനാപ്പോൾ അവള് മൂപ്പരി കുറച്ചിട്ട് ഓളെ കയ്യിൽ കൊടുക്കുന്നത്? എന്തിനാ ഇതെല്ലാം അവളെ ഏൽപ്പിക്കുന്നത്? അവനങ്ങ് സൂക്ഷിച്ചാ പോരെ. ഈ ഹദീസിന്റെ വിശദീകരണം നോക്കുമ്പോഴാ നമുക്ക് മനസ്സിലാകുന്നത്, വഹ്ഫളി അംഫഹു, അവന്റെ മൂക്ക് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെന്താ അർത്ഥമാക്കുന്നത്? ഒരിക്കലും എന്റെ പുന്നാര മോളെ, നിന്റെ അടുക്കൽ നിന്നുള്ള മോശമായ ഒരു വാസനയും അവന്റെ മൂക്കിലേക്ക് നീ കൊണ്ടെത്തിക്കല്ലേ മോളെ. വൈകുന്നേരങ്ങളിൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അവന്റെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റിവെച്ചിട്ട് നിന്നോടൊത്ത് സല്ലപിക്കാൻ വേണ്ടി, നിന്നോടൊത്ത് സംവദിക്കാൻ വേണ്ടി നിന്റെ ബെഡ് ചേംബറിലേക്ക് അവൻ കടന്നു വരുമ്പോ ആ ബെഡ് ചേംബറിലേക്ക് രാത്രി 11 മണിക്ക് അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത്, അവന് വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ട്, അവന്റെ മക്കൾക്കും അവനും വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പാത്രവും കഴുകി വെച്ചിട്ട് നീ അടുക്കളയിൽ നിന്ന് കടന്നു വരുമ്പോ, മോളെ, കാലത്ത് പോയ നിന്റെ ഭർത്താവിന് അന്ന് അവിടെ ഉണ്ടാക്കിയ മുഴുവൻ കറികളുടെയും വാസന നിന്റെ ഡ്രസ്സിൽ നിന്ന് കിട്ടരുതേ. ഇത്രയേ പറഞ്ഞുള്ളൂ. നിന്റെ കടന്നു ചെല്ലുമ്പോഴേക്ക് തന്നെ കാലത്തുണ്ടാക്കിയ കടലക്കറിയുടെ മണം, ഉച്ചയ്ക്കുണ്ടാക്കിയ മീൻകറിയുടെ മണം, രാത്രി ഉണ്ടാക്കിയ തോരന്റെ മണം, ഇതെല്ലാം നിന്റെ ഡ്രസ്സിൽ നിന്നും കയ്യിൽ നിന്നും ശരീരത്തിൽ നിന്നും അവന് പകർന്നു കൊടുക്കരുതേ. കാരണം അതിന്റെ രസമറിയാനല്ല അവൻ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, വഹ്ഫളി അംഫഹു, അവന്റെ മൂക്ക് കാത്തു സൂക്ഷിക്കണേ. എന്തേയാ പറഞ്ഞതിന്റെ അർത്ഥം? ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താവിന്റെ ബെഡ് ചേംബറിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ ഒരൽപ്പം സുഗന്ധം ഉപയോഗിക്കാൻ നിങ്ങൾ മറന്നുപോകല്ല. ഒരൽപ്പം സുഗന്ധം ഉപയോഗിക്കാൻ നിങ്ങൾ മറന്നുപോകല്ല. നിങ്ങളൊന്ന് കുളിച്ചു വൃത്തിയായിട്ട് കടന്നു ചെല്ലാൻ മറന്നുപോകല്ല. അതുവരെ നിങ്ങൾ ധരിച്ചിരുന്ന നിങ്ങളുടെ വസ്ത്രം അതൊന്നങ്ങ് മാറ്റിയിട്ടിട്ടേ നിങ്ങൾ ഭർത്താവിന്റെ ചേംബറിലേക്ക് കടന്നു ചെല്ലാവൂ. എന്തേ കാരണം? അതിലെ വിയർപ്പ് നാറ്റം അവന്റെ മൂക്കിന് നീ സമ്മാനിക്കല്ല. അതുവരെ ഉണ്ടായിരുന്ന ആ മോശമായ വാസനകളൊന്നും തന്നെ അവന്റെ അടുക്കലേക്ക് നീ തുറന്നു കൊടുക്കല്ല. പിന്നെയോ, എല്ലാം കഴിഞ്ഞിട്ട് ബെഡ് ചേംബറിലേക്ക് പോകുന്നതിന് മുമ്പ് മോളെ, നിന്റെ കുളിമുറിയിൽ കയറിയിട്ട് ഒന്ന് കുളിക്കാൻ നീ സമയം കണ്ടെത്തണേ. പെർഫ്യൂമുള്ള ഒരു സോപ്പ് എന്റെ ഭർത്താക്കന്മാരെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തേക്കണേ. അതൊന്ന് ഉപയോഗിച്ച് അവളൊന്ന് കുളിച്ചിട്ട് നിന്റെ ബെഡ് ചേംബറിലേക്ക് വരട്ടെ. അവിടെ നല്ല ഒരു സുഗന്ധം നിങ്ങൾ ഉപയോഗിക്കണേ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്ന നല്ല അത്തർ, കോഴിക്കോട് പട്ടണത്തിലുള്ളവരല്ലേ, അത്തർ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്ന പ്രദേശമാ. വാങ്ങാറുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് ഉപയോഗിക്കുന്നത് പലപ്പോഴും എവിടെയാ? എന്റെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ കൂടുതലും അത് ഉപയോഗിക്കുന്നത് ഉപ്പ മരിച്ചിട്ട് പെട്ടെന്ന് ഫോൺ കോൾ വരുമ്പോ അലക്കാനും കുളിക്കാനും ഒന്നും സമയമില്ല, മത്സ്യടത്തേക്കാ പോകുന്നതെന്ന് വെച്ചിട്ട് എങ്ങനെയാ ഇങ്ങനെ നാറിക്കൊണ്ടു പോവുക? എന്നാ കിടക്കട്ടെ, ഉപ്പാടെ മയ്യത്ത് കാണാൻ പോകുമ്പോ ആ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച സ്പ്രേ എടുത്തിട്ടൊന്നങ്ങ് മിന്നിക്കും. എന്നിട്ട് ആ സ്മെല്ലുമായിട്ട് പോകുമ്പോ ഈ പെണ്ണ് ബസ്സിൽ കയറിയിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് അവൾ ഇറങ്ങിപ്പോയാലും പിന്നെയും 3 കിലോമീറ്റർ ബസ് ഓടുമ്പോ ഈ പെണ്ണിന്റെ അത്തറിന്റെ മണം ആ ബസ്സിൽ തളം കെട്ടി നിൽക്കുമാറ് പെണ്ണെ നീ സുഗന്ധം ഉപയോഗിക്കല്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബ് ഹറാമാക്കിയതാണ്.
ഇത് അള്ളാന്റെ ഹബീബ് ഹറാമാക്കിയതാണ്. നീ സുഗന്ധം ഉപയോഗിക്കേണ്ടത് എവിടെയാ? നിന്റെ ഭർത്താവിന്റെ ബെഡ് ചേംബറിലേക്ക് കടന്നു ചെല്ലുമ്പോഴാ. അവിടെയാ നീ സുഗന്ധം ഉപയോഗിക്കേണ്ടത്, അവിടെയാ നീ വൃത്തി പാലിക്കേണ്ടത്. മറ്റുള്ളിടത്ത് വൃത്തിഹീനമായി പോകണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ ഭർത്താവിന്റെ മുമ്പിൽ വൃത്തിയോടെയും വെടിപ്പോടെയും നീ കടന്നു ചെല്ലണേ. ഒരൽപ്പം നല്ല സുഗന്ധം അവന്റെ മൂക്കിന് പകർന്നു കൊടുക്കണേ. ആ നല്ല അത്തർ നീ ഉപയോഗിക്കേണ്ടത് അവിടെയാണ്. ബെഡ് ചേംബർ ഒരുക്കുമ്പോൾ തന്നെ ആ ബെഡിലും റൂമിലുമൊക്കെ ഒരു നല്ല സ്പ്രേ അടിക്കാൻ നിങ്ങൾ ശ്രമിക്കണേ. ഇതെല്ലാം സഹോദരിമാരെ നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ഭർത്താവ് സന്തോഷത്തില്. അതാ അസ്മാ ബിൻ ഖാരിജ തങ്ങൾ പറയുന്നത്, വഹ്ഫളി അംഫഹു, അവന്റെ മൂക്ക് നീ സൂക്ഷിക്കണേ. അവന്റെ നാസികയുമായിട്ട് നിന്റെ ശരീരത്തിന്റെ ഉപരിതലങ്ങളിൽ മുഴുവനും അവൻ ഉഴന്ന് നടക്കുന്ന സമയമുണ്ട്. ഓ പെണ്ണെ, നിന്റെ ശരീരത്തിന്റെ മുഴുവൻ ദിക്കുകളിലേക്കും അവന്റെ നാസാദ്വാരങ്ങളും കൊണ്ടവൻ കടന്നു വരേണ്ടി വരും. അവിടെയൊന്നും തന്നെ നിന്റെ ശരീരത്തിന്റെ ദുർഗന്ധം കൊണ്ട് അവൻ അതിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അതുകൊണ്ടാ നല്ല മൂക്ക് കാത്തു സൂക്ഷിക്കണേ എന്ന് അവിടുന്ന് പറഞ്ഞത്. പിന്നെയോ മഹാനവറുകൾ പറഞ്ഞു, വഹ്ഫളി സംഅഹു, അവന്റെ കാഴ്ചയെ നീ സൂക്ഷിക്കണേ, അവന്റെ കേൾവിയെ നീ സൂക്ഷിക്കണേ. ഓ പ്രിയപ്പെട്ട മോളെ, അവന്റെ മുമ്പിൽ നീ അവന്റെ ചെവികൾ കരോചകമായ വാർത്ത പറയല്ല. അവന്റെ കുടുംബത്തെ കുറിച്ച്, അവന്റെ മാതാവിനെ കുറിച്ച്, അവന്റെ സഹോദരിമാരെ കുറിച്ച്, അവന്റെ കുടുംബത്തിലുള്ള മറ്റാളുകളെ കുറിച്ച് ഒരിക്കലും നിന്റെ ഭർത്താവിന്റെ ചെവിയിൽ നീ കുറ്റം പറഞ്ഞു കളയല്ല മോളെ. ഒരു ഭർത്താവും അത് ഇഷ്ടപ്പെടുകയില്ല. ഒരു പക്ഷേ നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അസഹനീയതയോടെ കൂടിയാണ് അവനത് കേൾക്കുന്നത്. അസഹ്യമായിട്ടാണ് അവൻ അനുഭവപ്പെടുന്നത്. വൈകുന്നേരങ്ങളിൽ കടന്നു വരുന്ന ഭർത്താവിനോട് ഉമ്മാടെ കുറ്റം പറയുന്ന പെണ്ണേ, ഉമ്മയുടെ കുറ്റം പറയുന്ന സഹോദരി, ജനിച്ചു വീണ ഒരൊറ്റ പുരുഷനും സ്വന്തം മാതാവിനെ കുറിച്ച് കുറ്റം പറയുന്നത് ഇഷ്ടപ്പെടാത്തവരാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട വല്ല പുരുഷന്മാരുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്നാണ്. അതുകൊണ്ടൊരു പുരുഷനും അത് ഇഷ്ടപ്പെടാൻ കഴിയില്ല. സ്വന്തം മാതാവിനെ കുറിച്ച് കുറ്റം പറയുന്ന, സ്വന്തം കുടുംബത്തെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു പെണ്ണിനോടും സ്നേഹമുള്ള ഒരു ഭർത്താവിന് യോജിക്കാൻ കഴിയില്ല. കുടുംബത്തിൽ പിറന്ന ഒരു ആണിന് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ മഹാനവറുകൾ പറഞ്ഞത്, വഹ്ഫളി സംഅഹു, അവന്റെ കേൾവിയെ നീ സൂക്ഷിക്കണേ. അവന്റെ കർണപുടങ്ങൾ കരോചകമായ ഒരു വാർത്തയും അവന്റെ ചെവിയിൽ നീ പറയല്ല. അവൻ അസഖ്യമായ ഒരു വർത്തമാനവും നീ അവന്റെ മുമ്പിൽ പറയല്ല. മറിച്ച് അവന് സ്നേഹം തോന്നുന്ന, അവന് സന്തോഷം കിട്ടുന്ന സല്ലാപങ്ങളെ നീ അവനോട് പറയാവൂ. കേറി വരുമ്പോഴേക്ക് വീട്ടിലെ പ്രയാസങ്ങൾ അവനോട് പറയല്ല. മറിച്ച് കയറി വന്ന് സന്തോഷം കൊടുത്തിട്ട്, സന്തോഷം പരസ്പരം പങ്കുവെച്ചതിനു ശേഷം നിന്റെ അവയ്യാവേലികൾ ഒരുപക്ഷെ നിനക്ക് പറയാം. പറയരുതെന്നല്ല, മറിച്ച് അവസരം നോക്കണേ സഹോദരി. അവസാനം അവിടുന്ന് പറയുകയാ, വഹ്ഫളി ഐനഹു, അവന്റെ കണ്ണ് നീ കാത്തു സൂക്ഷിക്കണേ. എന്തേ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, ഒരു പുരുഷൻ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി, അവന്റെ ദീനിന്റെ 2/3 ഭാഗവും അവൻ നേടിയെന്നല്ലേ. മറ്റൊരു പെണ്ണിലേക്ക് അവന്റെ കണ്ണ് പിന്നെ പോവുകയില്ല, മറ്റൊരു സഹോദരനിലേക്ക് അവന്റെ കണ്ണ് പോവുകയില്ല. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നു. വിവാഹം ആലോചിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, നിന്റെ പരിപാടി എന്താണ്? നിന്റെ ഉദ്ദേശം എങ്ങനെയാ? നിന്റെ ഭാര്യയെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം എന്താ? ആ സമയത്ത് ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത്, അവൾ എന്റെ കണ്ണുകളെ പിടിച്ചു നിർത്തുന്നവളാകണം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന്റെ വെളുപ്പല്ല, പിന്നെയോ കണ്ണിനാ സൗന്ദര്യമുള്ളത്, പെണ്ണിന്റെ ശരീരത്തിനല്ല. 40 ആള് വന്നിട്ട് പറ്റാത്ത ഒരു പെണ്ണ്, ആ പെണ്ണിനെ 41ാമത്തെ ഒരാൾ വന്നിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നില്ലേ? എന്തേ കാരണം? പെണ്ണിന്റെ ശരീരത്തിനല്ല, ആണിന്റെ കണ്ണിനാ സൗന്ദര്യമുള്ളത്. അവനവന്റെ മനസ്സിലെ സൗന്ദര്യബോധമാണ് അവിടെ പ്രാവർത്തികമാകുന്നത്. അതുകൊണ്ടാ പറയുന്നത്, അവന്റെ കണ്ണിന് സൗന്ദര്യം ലഭിക്കണേ. ആ കണ്ണിന്റെ സൗന്ദര്യത്തിനനുസരിച്ച് ഇണങ്ങുന്ന ഒരു പെണ്ണായി നീ മാറിയാൽ, ഇന്നു നീ വിവാഹം കഴിച്ച പെണ്ണാണ്, നാളെ അവന് മറ്റൊരു വിവാഹത്തെ കുറിച്ചോ മറ്റൊരു പെണ്ണിനെ കുറിച്ചോ ചിന്തിക്കേണ്ട സാഹചര്യം വരരുതേ. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? നമ്മുടെ പെണ്ണിന്റെ സൗന്ദര്യം ആരുടെ മുമ്പിലാ പ്രകടിപ്പിക്കപ്പെടുന്നത്?
നമ്മുടെ നാടുകളിൽ പെണ്ണിന്റെ സൗന്ദര്യം അത് അന്യപുരുഷന്റെ മുമ്പിലാ പ്രകടിപ്പിക്കപ്പെടുന്നത്. കല്യാണത്തിന് പോകുന്ന സമയത്ത്, മാമാങ്കത്തിന് പോകുന്ന സമയത്ത്, പർച്ചേസിന് ടൗണിലേക്ക് പോകുന്ന സമയത്ത് അണിഞ്ഞൊരുങ്ങി അവൾ പോകുന്നത് കണ്ടാൽ ഒരുപക്ഷെ നാട്ടുകാർ മുഴുവനും നോക്കി നിന്നു പോകും. പക്ഷേ തനിക്കതുപോലെ പ്രിയപ്പെട്ടവളായ തന്റെ പ്രിയതമയായ ഭാര്യ അണിഞ്ഞൊരുങ്ങിയ ആ ഒരു വേഷം കാണാൻ ഒരു ഭർത്താവിന് എത്രയാ മോഹമുള്ളത്. അവിടെ ഈ പെണ്ണിനതിന് സമയമില്ല. ഭർത്താവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ കൂട്ടത്തിലെ ഏറ്റവും പഴയ മാക്സിയാ ധരിക്കുന്നത്. എന്തേ കാരണം? പുതിയ മാക്സി ഞാൻ നിനക്ക് എടുത്തു തന്നില്ലേ, പുതിയ ചുരിദാർ ഞാൻ എടുത്തു തന്നില്ലേ, പുതിയ സാരി വാങ്ങി തന്നില്ലേ, പുതിയ പർദ വാങ്ങി തന്നില്ലേ. അതെവിടെയെന്ന് ചോദിക്കുമ്പോ ഇവളെ മറുപടി, അത് വല്ലയിടത്തും പോകുമ്പോഴേ ധരിക്കാനുള്ളതാ, അത് കല്യാണത്തിന് പോകുമ്പോ അണിയാനുള്ളതാ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അണിയാനുള്ളതാ. പോകുമ്പോഴൊക്കെ ഫാൻസിയുടെ കെട്ടുമായിട്ടാ അവള് പോകുന്നത്. അവിടെ അവള് കണ്ണിൽ സുറുമ ധരിച്ചിട്ടുണ്ട്, അവൾ ഐബ്രോ എഴുതിയിട്ടുണ്ട്, ഐലൈനർ ഉപയോഗിച്ചിട്ടുണ്ട്, അവള് ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാവിധ കോസ്മെറ്റിക്കുകളും അവൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴോ അവൾ പച്ചയായിട്ടാ കടന്നു ചെല്ലുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഓ മുഅ്മിനാത്തുകളെ, ഓ സഹോദരിമാരെ, ഭർത്താവിന്റെ സവിധത്തിലേക്ക് വരുമ്പോ കണ്ണെഴുതാത്ത പെണ്ണിനോട് എനിക്ക് വെറുപ്പാ. ഭർത്താവിന്റെ സവിധത്തിലേക്ക് വരുമ്പോ സുറുമയെഴുതാത്ത പെണ്ണിനോട് എനിക്ക് വെറുപ്പാ. ഭർത്താവിന്റെ സവിധത്തിലേക്ക് വരുമ്പോ മൈലാഞ്ചി അണിയാത്ത പെണ്ണിനോട് എനിക്ക് വെറുപ്പാ. എന്തേ കാരണം? നിങ്ങളുടെ സൗന്ദര്യം മുഴുവനും നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിലാ പ്രകടിപ്പിക്കേണ്ടത്. അങ്ങോട്ട് കടന്നു വരുമ്പോഴാ നിങ്ങൾ 2 പീസ് ഡ്രസ്സ് ധരിക്കേണ്ടത്. അങ്ങോട്ട് വരുമ്പോഴാ നിങ്ങൾ അഴകിൽ അഴകുള്ളവളായി കടന്നു വരേണ്ടത്. മറിച്ച് നിങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോ അത്തരത്തിൽ ജാടയുള്ള വേഷം ധരിച്ച് പോകല്ല. അവിടെ നിങ്ങളുടെ ഔറത്ത് മറയുന്ന രൂപത്തിൽ, അന്യര് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാത്ത രൂപത്തിലുള്ള വസ്ത്രമാ ധരിക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിലോ അവന്റെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന വസ്ത്രമാ ധരിക്കേണ്ടത്. ആ ആനന്ദമാണ് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ജീവിതം പഠിച്ച അസ്മാ ഇബ്നുൽ ഖാരിജ തങ്ങള് തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുന്നത്. അവളുടെ കണ്ണു നീ സൂക്ഷിക്കണേ, അവന്റെ കണ്ണു നീ സൂക്ഷിക്കണേ. അവന്റെ കണ്ണ് മറ്റൊരു പെണ്ണിലേക്ക് തിരിയാതെ, മറ്റൊരാളിലേക്ക് തിരിയാതെ, മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചിന്ത വരാതെ അവന്റെ മുമ്പിൽ നിന്റെ സൗന്ദര്യം മുഴുവനും ഏതു കാലത്തും നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിയണേ. അത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലല്ല. നിനക്ക് 35 വയസ്സ് പ്രായമുണ്ട്, നിന്റെ ഭർത്താവ് 45-ലാണ്. അപ്പോഴും നിന്റെ ഭർത്താവിന്റെ സവിധത്തിലേക്ക് നീ ചെല്ലുമ്പോ അണിഞ്ഞൊരുങ്ങിയിട്ട് വേണമേ പോകാൻ. അവന്റെ കണ്ണിന്റെ ആനന്ദമാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം. അവന്റെ കണ്ണിന്റെ സൗരഭ്യമാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കോസ്മെറ്റിക് ഉപയോഗിച്ചോളൂ, നിങ്ങൾ ഫാൻസി ഡ്രസ്സ് ധരിച്ചോളൂ, നിങ്ങൾ ഫാൻസി ആഭരണങ്ങൾ ധരിച്ചോളൂ. ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് സൗന്ദര്യധാമമാകാൻ കഴിയുമോ അതുപോലെ മുഴുവനും സൗന്ദര്യവൽക്കരിച്ചിട്ട നിങ്ങളുടെ പുരുഷന്റെ മുമ്പിലേക്ക് നിങ്ങൾ ചെല്ലേണ്ടത്. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, അന്യപുരുഷന്റെ മുമ്പിലേക്ക് ചമഞ്ഞൊരുങ്ങി പോകുന്നവളോ അവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് അവളെ പിശാച് പിടികൂടി കീഴ്പ്പെടുത്തി കളഞ്ഞു. പിന്നെ അവളുടെ സഞ്ചാരപഥങ്ങളിൽ ഓരോ കാൽവെപ്പുകളും അവൾ നടക്കുന്നത്, ഓരോ കാൽവെപ്പുകളും അവൾ വെക്കുന്നത് അവളുടെ നരകത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയേണ്ടവളാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അതിന് ഭർത്താവ് സഹകരിക്കേണ്ടതുണ്ട്, ഭാര്യ സഹകരിക്കേണ്ടതുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാരസ്പര്യത്തോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. അതിന് ഭാര്യയുടെ സന്തോഷം എന്താണെന്ന് ഭർത്താവ് തിരിച്ചറിയണം, ഭർത്താവിന്റെ സുഖദുഃഖങ്ങൾ എപ്പോഴെന്ന് ഭാര്യ കണ്ടറിയണം. അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയണം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മോളെ ഫാത്തിമ, അലിയുടെ സന്തോഷമാണ് നിന്റെ ജീവിതത്തിലെ സന്തോഷം. അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്ന സമയത്ത് ചിരിച്ചു കളയല്ലേ മോളെ, നീ ചിരിച്ചു പോകല്ലേ.
അവന് വിഷമം വരുന്ന സമയത്ത് നീ ചിരിച്ചു കളയല്ല, അവിടെ നീയും അവന്റെ വിഷമത്തിൽ പങ്കുചേരണേ. നിനക്ക് വല്ലാത്ത വിഷമമുള്ള സമയമാ, അവൻ സന്തോഷമുള്ളവനാണെങ്കിലോ അവിടെ നീ വിഷമം പ്രകടിപ്പിക്കാതെ അവന്റെ സന്തോഷത്തിൽ പങ്കുചേരണേ. ഇണയോട് തുണയോട് ഈ രീതിയിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് വേണ്ടതെന്നാണ് ഇസ്ലാമിന്റെ ശരീഅത്ത് നമ്മളോട് പറയുന്നതെങ്കിൽ, ഓ മുസ്ലിമേ, കുടുംബജീവിതത്തിന്റെ കാതലായ വശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ വളരെ കൃത്യമായ പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് പഠിക്കുവാനും ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിയുവാനും താങ്കളുടെ ജീവിതത്തിലേക്ക് ആ വിശുദ്ധമായ മതത്തെ എടുത്തു വെക്കുവാനും നമുക്ക് കഴിയണേ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ, ജീവിതത്തിൽ ഇസ്ലാമിനെ സമ്പൂർണമായി വരിക്കാൻ നിങ്ങൾക്ക് കഴിയണേ. കേവലം നിക്കാഹിന്റെ ചടങ്ങുകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു ജീവിതമല്ല ഇസ്ലാമിന്റെ കുടുംബജീവിതം, മറിച്ച് ജീവിതത്തിലുടനീളം എങ്ങനെ പെരുമാറണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പഠിക്കുവാനും ദീനിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുവാനും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് കൂട്ടാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.